ഹായ് മക്കളെ, ഫർഹാൻ സാറാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നാളത്തെ നമ്മുടെ സേ എക്സാം സെറ്റ് ആക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ചാപ്റ്റർ 1 to 5 കാണാത്തവർ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ 6 to 14, കാരണം ചാപ്റ്റർ 1 to 5 എന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് അത് നിങ്ങൾ മിസ്സാക്കരുത് എന്നുള്ള സാറിൽ നിന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ 6ലേക്ക് പോവുകയാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Sometimes when we switch off the electrical equipments, spark seen within the switch. അതിനുള്ള എന്തൊരു സ്പാർക്ക് ഉണ്ടാകാറുണ്ട്. This explained on the base of electromagnetic induction. Okay, അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലേ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹെഡിങ് എഴുതാം. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഒരു എ സി കറണ്ട് പാസ് ചെയ്യിപ്പിക്കുക. എ സി കറണ്ട്, ആ എ സി കറണ്ട് നമ്മളൊരു ഇൻഡക്ടറിലൂടെ ഇങ്ങനെ പാസ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളിവിടെ കൊടുക്കേണ്ട കണക്ഷൻ എന്നുള്ളതാണ് എനിക്ക് എന്ത് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവൻ നേരെ ഇങ്ങോട്ടേക്ക് പോയി. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയോ? അതായത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ നന്നാവുക അല്ലെ, എന്നിൽ എന്തൊരു മാറ്റം വരികയാണെങ്കിൽ അതാണ് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയാറുള്ളത് അല്ലെ. അതേപോലെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിലൂടെയുള്ള കറണ്ടിലുള്ള ചേഞ്ച് കാരണം ആ കോയിലിൽ തന്നെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഈ കോയിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പൊ കറണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ ഈ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യുന്നത് കാരണം ഇവിടെ തന്നെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ എന്ത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സെൽഫായിട്ട് എന്തെങ്കിലും ഇൻഡ്യൂസ് ചെയ്യുന്നു ആരെ, EMF-നെ. അപ്പൊ അത് ഡെഫിനിഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാ സാറേ എഴുതേണ്ടത്? ഇങ്ങനെ എഴുതിക്കും. whenever there is a change in current, whenever there is a change in current, there is a change in കറണ്ട്, അതായത് എപ്പോഴെങ്കിലും കറണ്ടിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ there will induce an EMF is, അല്ലെങ്കിൽ നമുക്ക് പറയാം an EMF is induced. Okay, there will induce an EMF, there will induce an EMF. ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എടാ, ഞാൻ ഈ ഡെഫിനിഷനൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ അറിയോ, അതായത് ഞാൻ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്ന ഡെഫിനിഷൻ അല്ലാതെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡെഫിനിഷൻ കാണാതെ പഠിച്ച ഡെഫിനിഷൻസ് ഒന്നല്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഫിസിക്സിന്റെ കേസിൽ അത് മതി, അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്താണോ മനസ്സിലാക്കി വെക്കുക അതെന്ത് ചെയ്താൽ നേരെ പോയി എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? whenever a current change in a coil, whenever a current change in a coil, change in a coil, ഒരു കോയിലൂടെയുള്ള കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തു, then there will induce an EMF, then there will induce an EMF. അവിടെ എന്തുണ്ടാവും, ഒരു EMF ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്, ഇതെന്താ മായാത്ത. ഓക്കെ, then there will induce an EMF. പിന്നെ അവിടെ എന്തുണ്ടാവും, then there will induce an EMF. അവിടെ എന്തുണ്ടാകും, ഒരു EMF എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇൻ ദ സെയിം കോയിൽ, ആ സെയിം കോയിലിന് എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സെൽഫ് ഇൻഡക്ഷൻ. ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. Current in a circuit falls from 5 ampere to 0 ampere in 0.1 second. If an average of EMF is 200 volt is induced, determine the self inductance of the circuit. ഞാൻ കറണ്ട്, അതായത് ഇതിന്റെ സാധാരണ ഞാൻ ന്യൂമറിക്കൽസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വളരെ കുറവാണ്, കാരണം അത് നമുക്ക് കൊണ്ട് താങ്ങുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ന്യൂമറിക്കൽസ് ഇൻക്ലൂഡ് ചെയ്ത് വളരെ, പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫ്രം 5 ampere to 0 ampere in 0.1 second, an average EMF 200 volt is induced, determine the self inductance of a coil. കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ സെൽഫ് ഇൻഡക്ഷന്റെ കേസിൽ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. EMF E is equal to minus L into di by dt എന്നുള്ളതാണ്. ഓക്കെ, minus L into di by dt എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ L കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് വേണ്ട. അപ്പോൾ L കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ dt ഇങ്ങോട്ട് എടുക്കുന്നു, di നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ L മാത്രം വന്നു, ദാറ്റ് ഈസ് EMF into dt divided by di എന്ന്. കാരണം എന്താ, ഇവിടെ ഡിവിഷൻ ഉള്ളത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ E into dt. ദെൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള സാധനം ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ഡിവൈഡ് ബൈ DE. ഞാൻ എന്ത് മാത്രം മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ L എന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ EMF നമ്മൾ വിളിക്കുന്ന ഒരു പേരൊക്കെ ഉണ്ട്. എന്താണെന്ന് പറയുക, ബാക്ക് EMF എന്ന് വിളിക്കുക. എന്താ വിളിക്കുക?
ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുക കേട്ടോ. ബാക്ക് ഇ എം എഫ് എന്ന്. കാരണം എന്താണ്, ഇവിടെ ഇങ്ങോട്ടേക്കാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്കാണ് ആരുണ്ടാവുക, ഇ എം എഫ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഇ എം എഫ് നമ്മൾ ബാക്ക് ഇ എം എഫ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ബാക്ക് ഇ എം എഫ് പ്ലേസ് ദ റോൾ ഓഫ് എന്ന് പറയാറുണ്ട്, ഇറ്റ് പ്ലേസ് ദ റോൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാറുണ്ട്, സെൽഫ് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാറുണ്ട് ബാക്ക് ഇ എം എഫ്. കേട്ടിട്ടുണ്ടോ, ഇതൊരു എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ് ഓക്കെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ദ റോൾ ഓഫ് ഇനേഷ്യ, പ്ലേസ് ദ റോൾ ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇനേഷ്യയുടെ റോൾ ചെയ്യാറുണ്ട് ഈ ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ എന്ത്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ് വാട്ട്, ഇനേഷ്യ. ഇനേഷ്യയുടെ റോൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. റെഡിയാണ്, ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നാൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാം, അത് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പൊ ഇത് എൽ കണ്ടുപിടിക്കുക. അപ്പൊ ഇ എം എഫ് നമുക്ക് ക്വസ്റ്റ്യൻ എന്നിട്ടില്ലേ, എത്രയാണ് ഇ എം എഫ്, 200 വോൾട്ട് ആണ്. അപ്പൊ 200 ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം അല്ലേ, എത്ര, 0.1 സെക്കൻഡ് ആണ്, 0.1 ഡിവൈഡ് ബൈ ഡി ഐ, ചേഞ്ചിങ് കറണ്ട് എത്ര, 5 ആംപിയർ. 0 ആംപിയർ പറഞ്ഞാൽ ചേഞ്ചിങ് കറണ്ട് 5 തന്നെയാണ് വരുന്നത്. അപ്പൊ 200/5 എന്ന് പറഞ്ഞാൽ എത്ര വരും, അത് 40 ആണ്. 200/5 40 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 4 ഹെൻറി. അപ്പൊ ഈ ഹെൻറി ആണ് ഇവിടുത്തെ എന്ത്, യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ്. ഹെൻറി ആണ് യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അഥവാ 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഈ ഒരു ആൻസർ അവിടെ എഴുതി വെക്കണം. റെഡിയാണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കോയിലിനെ അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ there will induce an EMF. അവിടെ ഇൻഡ്യൂസ് ആൻ EMF, അതിന് നമ്മൾ പറയുന്ന പേരാണ്, ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതാ EMI എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കോയിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നാൽ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. എ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്. അങ്ങനെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു EMF ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ EMFന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ഫാരഡേസ് ലോയിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. എന്താ അയാൾ പറയുന്നത് വെച്ചാൽ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ ഓഫ് EMI. ഓക്കെ, EMI നമ്മൾ മനസ്സിലൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന EMI എന്ന് പറഞ്ഞാൽ മാസാമാസം അടക്കമുള്ള EMI, അതല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ. എന്താ പറയുന്നത് വെച്ചാൽ, ദ ഇൻഡ്യൂസ്ഡ് EMF, അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF, ദ ഇൻഡ്യൂസ്ഡ് EMF is equal to, the induced EMF is equal to rate of change of magnetic flux ആണ്. rate of change of magnetic flux ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഡയറക്ട്ലി അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF. അതായത് ആ EMFന്റെ ഇക്വേഷൻ ആണ് E is equal to d∅b. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് കേട്ടോ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമായിരുന്നു. അതായത് ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ് എങ്കിൽ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ നോർമൽ ആയിട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് എന്തെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. ആരെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നാലാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, EMF പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അവിടെയുള്ള EMFന്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോയിലൂടെ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സിലൂടെ പറയുന്നത്. എന്താ പറഞ്ഞത്, ദ ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of magnetic flux. അപ്പൊ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് d∅b കേട്ടോ. റേറ്റ് തരുമ്പോൾ ഡിവൈഡ് ബൈ dt കൂടെ വരും. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്ക് എന്തുകൂടെ വേണം എന്ന് വെച്ചാൽ, അവിടെ എന്തുകൂടെ വേണം, ഒരു മൈനസ് സൈനും കൂടെ വേണം. ആ മൈനസ് എന്ന് പറഞ്ഞാൽ ആ EMFന്റെ ഡയറക്ഷൻ പറയുന്നതാണ്. ആ ഡയറക്ഷൻ നമുക്ക് പറയുന്നത് ലെൻസസ് ലോ ആണ്. എന്താണ്, ലെൻസസ് ലോയിലൂടെ നമ്മൾ ഡയറക്ഷൻ പറയുന്നത് കേട്ടോ. അത് നമ്മൾ അടുത്ത ക്വസ്റ്റിനോട് പറയാം. അപ്പൊ ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ EMFന്റെ യൂണിറ്റ് എന്താ, അത് വോൾട്ട് തന്നെയാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് EMF വോൾട്ട്. മെൻഷൻ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസസ് ലോ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ ലെൻസസ് ലോ എന്താണ്, അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചുള്ളത് അല്ലെ. അപ്പൊ ലെൻസസ് ലോയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമുക്ക് പറയാം. ആദ്യം ലെൻസസ് ലോ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത ആ EMFന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് ലെൻസസ് ലോയിലൂടെ കിട്ടുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, എന്താ പറയുന്നത്, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷൻ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ്
is such as to oppose the change in magnetic flux, is such as to oppose the change in magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്നുള്ളതാണ് ലെൻസസ് ലോയിലൂടെ പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ മൈനസ് ഡി ഫൈവ് ബി ഡിവൈഡ് ബൈ ഡി ടി, ഈ മൈനസ് സാധാരണ നമ്മൾ ഉപയോഗിക്കാം ഓപ്പോസിറ്റ് ആകുമ്പോഴല്ലേ. അപ്പൊ ഇവിടെ ആരൊക്കെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇ എം എഫ്. അപ്പൊ ഇ എം എഫും ഈ മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ചും ഓപ്പോസിറ്റ് ആണ്. അതാണ് ആ മൈനസ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ. ഇനി ഇവരുടെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്, അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഫിസിക്കൽ സിഗ്നിഫിക്കൻസി എന്ന് പറഞ്ഞാൽ ലെൻസസ് ലോയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ത് ഇവന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് സാർ വിചാരിക്കുന്നുണ്ടോ. ഫിസിക്കൽ കൺസർവേഷൻ ഓഫ് എനർജിയുടെ എക്സാമ്പിൾ ഒക്കെ വരാറുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെ എക്സാമ്പിൾ അവിടെ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. റെഡിയാണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കഴിഞ്ഞില്ലേ? 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ആൻ എ സി ജനറേറ്റർ വിത്ത് നീറ്റ് ഡയഗ്രാം ആൻഡ് ഡിറൈവ് ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതായത് എ സി ജനറേറ്ററിന്റെ കേസിലുള്ള ഇ എം എഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോ, ആദ്യം അതിന്റെ പിക്ചർ വരയ്ക്കണം അല്ലേ. അപ്പൊ എ സി ജനറേറ്ററിന്റെ കേസിലുള്ള പിക്ചറാണ്. അപ്പൊ ആദ്യം നമുക്കൊരു നോർത്ത് പോള് വേണം, 2 ഫീൽഡ് മാഗ്നറ്റ്, ഒന്ന് നോർത്ത് പോള്, അടുത്തത് സൗത്ത് പോള്. ഓക്കെ, സൗത്ത് പോള്. ഓക്കെ, ഇനി ഇവിടെ നടുവിൽ എന്തുണ്ടാകും? ഇവരുടെ നടുവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർമേച്ചർ കോയിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ. ഓക്കെ, റെഡി, സെറ്റ് സാധനം. ഓക്കെ, അതായിട്ട് ഇങ്ങനെ നല്ലപോലെ വരച്ച് കിട്ടുന്നത് കേട്ടോ. ഇനി ഇത് 2 കാല് താഴേക്കും വരയ്ക്കും, കുഴപ്പമില്ലല്ലോ. 3 പെട്ടിക്കോളം വരച്ചു. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്, ഇത് നമ്മുടെ ആർമേച്ചർ കോയിലാണ്. ഇനി ഇവിടെ എന്ത് വേണം? 2 സ്പ്ലിറ്റ് റിങ്സ് വേണം. 2 സ്പ്ലിറ്റ് റിങ്സ്, 2 സിലിണ്ടർ അവിടെ വരച്ചു. ഒരു സിലിണ്ടർ ഇവിടെയും, ഒരു സിലിണ്ടർ അടുത്തായിട്ട് ഇവിടെയും വരച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് ആ സിലിണ്ടറിന്റെ അറ്റത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ കറക്റ്റ്, അതായത് ബ്രഷ് ഉണ്ടായില്ലേ, നമ്മൾ ബ്രഷിന്റെ, ഓക്കെ, ആ ബ്രഷിന്റെ സാധനമാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ബ്രഷാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൊടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷൻ എക്സ്ട്രാ ആയിട്ട് കൊടുത്തോ. ഓക്കെ, ഇങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇതാണ് ഈ ഒരു കേസിലുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈനൊക്കെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇത് ഈ ഒരു ആർമേച്ചർ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരു ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ പാർട്സുകൾ അല്ലെ, ഇതിന്റെ എന്തൊക്കെയാണ് ഒന്നാമതായുള്ളത്? ഒന്നാമത് നമുക്ക് ഫീൽഡ് മാഗ്നറ്റ് വേണം. ആരാണ്? ഫീൽഡ് മാഗ്നറ്റ്, അതാണ് നോർത്ത് സൗത്ത് പോൾ മാഗ്നറ്റ്. രണ്ടാമതാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ. ആ ആർമേച്ചർ കോയിൽ കറങ്ങിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇ എം എഫ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരാളാണ് നമ്മൾ സ്പ്ലിറ്റ് റിങ്സ്. ഓക്കെ, സ്പ്ലിറ്റ് അല്ല, സ്ലിപ്പ് റിങ്സ് അല്ലെ. മൂന്നാമത്തെ ആളാണ് നമ്മൾ സ്ലിപ്പ് റിങ്സ് ആയിട്ടുള്ള 2 ആൾക്കാരുണ്ട്. ദെൻ നാലാമത്താണ് നമ്മുടെ ബ്രഷസ്. ഇതാണ് ഇവരുടെ മെയിൻ പാർട്ടായിട്ട്, ഒരു എ സി ജനറേറ്ററിന്റെ മെയിൻ പാർട്ടായിട്ട് വേണ്ടത്. ഇനി ഇവിടുത്തെ വർക്കിംഗ് എന്താന്ന് ചോദിച്ചാൽ, വർക്കിംഗ് കൂടെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ വർക്കിംഗ് നമുക്ക് അടുത്തായിട്ട് പറയാം. വർക്കിംഗ് ഓഫ് ആൻ എ സി ജനറേറ്റർ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഞാൻ ആ വർക്കിംഗ് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ഒരു എ സി ജനറേറ്റർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഇതിങ്ങനെ കറങ്ങുമല്ലോ, ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. അത്രയേ ഉള്ളൂ. എന്തിൽ ചേഞ്ച് വരും? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നാലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ആർമേച്ചർ കോയിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണല്ലോ. എന്തായിരുന്നു മാഗ്നറ്റിക് ഫ്ലക്സ്? അത് ഞാൻ ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതി തരാം കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഞാൻ കുറെ പറയുന്നതുകൊണ്ടാണ് 5B എന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞാൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. എന്താണ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ആൻ ഏരിയ. പാസിംഗ് നോർമൽ ടു ആൻ ഏരിയ. ഒരു ഏരിയക്ക് നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് എന്തെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് 5B എന്ന് പറഞ്ഞാൽ. അതിൽ ചേഞ്ച് വന്നാൽ എന്ത്
പ്രൊഡ്യൂസ് ചെയ്യും, EMF പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് EMF. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? വ്യത്യാസം വരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇത്രയാണ് ആ ചാപ്റ്ററിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കൂടുതലൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫേസർ ഡയഗ്രാം ഫൈൻഡ് ദ ഇംപിഡൻസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് കണ്ടുപിടിക്കണം ആ ഒരു ഫേസർ ഡയഗ്രത്തിലൂടെ അല്ലേ. അപ്പോൾ ആ ഫേസർ ഡയഗ്രാം വരയ്ക്കണേ. ഇങ്ങനെ ആദ്യം 2 കുരിശ് വരയ്ക്കും. കുരിശ് വരച്ചതിന് ശേഷം നമ്മൾ വരയ്ക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാണ്. ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു VR ഉണ്ടാകും അല്ലെ, ഇവൻ ഇങ്ങോട്ടേക്ക് VR. പിന്നെ ആരുണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് VL - VC. അത്രയും മതി. കൂടുതലായിട്ട് നമ്മൾ പഠിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. VR ഇവിടെ ഉണ്ട് VL - VC. ഇനി ഇവരെ രണ്ടുപേരുടെയും റിസൾട്ടന്റ് ഇങ്ങോട്ടേക്ക് ആയിരിക്കും വരിക. ഇവർ രണ്ടുപേരുടെയും റിസൾട്ടന്റ് ആയിരിക്കും ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് അല്ലേ. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. ഓക്കെ, അപ്പോൾ അത് റിസൾട്ടന്റ് ആയിട്ട് വന്നു. അങ്ങനെ അത് റിസൾട്ടന്റ് ആണെങ്കിൽ ഈ ഇതെന്ത് തന്നെയായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഇത് തന്നെ VL - VC തന്നെയായിരിക്കും. കാരണം എന്താ? അത് ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? VL - VC തന്നെയാണ്. VL - VC. ഇത്രയും തൽക്കാലം നിങ്ങൾക്ക് ഇത് വരച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് മതി തൽക്കാലം. ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് സാറ് പത വരച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് സാറ് വിചാരിക്കുന്നത്. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഇംപിഡൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതാണ് നമ്മുടെ VZ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വോൾട്ടേജ്. അത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ഇംപിഡൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ആകുമ്പോൾ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ VZ അല്ലേ, VZ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് VR, ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നാണ് VL - VC. അപ്പോൾ VR സ്ക്വയർ പ്ലസ് VL - VC ഹോൾ സ്ക്വയർ. ഇത്രയും മതി. VL - VC ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ VZ എനിക്ക് I × Z എന്ന് എഴുതാം. ഓക്കെ, ഹോൾ സ്ക്വയർ. VR എനിക്ക് I × R എന്ന് എഴുതാം. പിന്നെ സ്ക്വയർ ഉണ്ടാവും. VL എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ വോൾട്ടേജ്, അപ്പൊ I × XL. VC എന്നാൽ I × XC ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇതിലെല്ലാ ഇതിലൊക്കെ നമുക്ക് I സ്ക്വയർ എഴുതാം. I സ്ക്വയർ ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ I സ്ക്വയർ Z സ്ക്വയർ, I സ്ക്വയർ R സ്ക്വയർ. ഇവിടെ നമുക്ക് I സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക? XL - XC ഹോൾ സ്ക്വയർ. XL - XC ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ഇനി ഇതിൽ ഏതൊക്കെ കട്ട് ചെയ്യടാ? I സ്ക്വയർ കട്ട് ചെയ്യാം. ബാക്കി എന്താ വരുന്നത്? Z സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് Z സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് XL - XC ഹോൾ സ്ക്വയർ ആണ്. ഇതിൽ Z എന്ന് പറയുമ്പോൾ ഇതിന് 2 ഭാഗത്ത് റൂട്ട് എടുത്താൽ പോലെ Z അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇംപിഡൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL - XC ഹോൾ സ്ക്വയർ. ഇതാണ് ഈ ഒരു കേസിൽ നമ്മൾ ഇംപിഡൻസി എന്ന് പറഞ്ഞാൽ. ഇതിലുള്ള ഓരോ ടേം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപിഡൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആരാണ്? ഇംപിഡൻസി എന്ന് പറഞ്ഞാൽ Z ആണ്. ഇംപിഡൻസ് നമ്മൾ Z എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ, ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആരൊക്കെ കൊടുക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്? ഇൻഡക്ടർ കൊടുക്കുന്നു, കപ്പാസിറ്റർ കൊടുക്കുന്നു, ആൻഡ് റെസിസ്റ്റർ. ഇവർ 3 പേരും കൊടുക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എന്ത്? ഇംപിഡൻസ്. അതിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. ഇത് തന്നെയാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് അവിടെ XL എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു L × ഒമേഗയാണ്. ഇതാണ് കപ്പാസിറ്റി ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. എന്താ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണെന്ത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അത് 1/C ഒമേഗയാണ്. അത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. എന്താ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ.
റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ ആണെന്ന് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ നമുക്ക് പഠിച്ചെടുക്കാറുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് എ വാല്യൂ ഓഫ് പവർ ഫാക്ടർ അറ്റ് റെസണൻസ്? റെസണൻസിൽ പവർ ഫാക്ടറിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അവിടെ ഏതാ പറയുക? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആർ ബൈ സെഡ്. ഇതിനുള്ള പറയുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇനി ഇതാണ് നമ്മുടെ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ സെഡ് എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ആണല്ലോ. റെസണൻസ് കണ്ടീഷൻ എന്താ? റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസണൻസ് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുന്ന ആ കണ്ടീഷനെയാണ് റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ സെഡ്, അപ്പൊ റെസണൻസ് കണ്ടീഷനിലെ സെഡ് എന്താണെന്ന് നമുക്ക് നോക്കുകയാണ്. സെഡ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ അല്ലേ? എക്സലും എക്സും ഈക്വൽ ആവുമ്പോൾ ഇത് രണ്ടും സീറോ. അപ്പൊ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ് വരുന്നത് അല്ലേ? അതായത് റെസണൻസ് കണ്ടീഷനിൽ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6ന് ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ കോസ് ഫൈ എന്താ വരിക? കോസ് ഫൈ ഇസ് ആർ ബൈ സെഡ് അല്ലായിരുന്നോ? ദാറ്റ് ഈസ് സെഡ് എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ആർ ബൈ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ കേസിൽ റെസണൻസ് കണ്ടീഷനിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അതിന്റെ ആൻസർ വരുന്നത്. എത്രയാണ്? 1 ആണ് അതിന്റെ ആൻസർ വരുന്നത്. റെഡി. ഇനി അടുത്ത് സി ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ആവറേജ് പവർ ഡിസ്പ്ലേ ഇൻഡക്ടർ സർക്യൂട്ട് 0 ആണ്. അതായത് ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിലും കപ്പാസിറ്റർ സർക്യൂട്ട് ആണെങ്കിലും അവരുടെ ആവറേജ് പവർ 0 ആണ്. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ ആവറേജ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ആവറേജ് പവർ ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ആവറേജ് പവർ കണ്ടുപിടിക്കാനുള്ള കേസ് കേട്ടോ. അപ്പൊ റെസിസ്റ്ററിന്റെ കേസിലാണെങ്കിൽ ഈ ഫൈ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആവറേജ് പവർ കേട്ടോ. ഫൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറന്റും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ ആണ്. റെസിസ്റ്ററിന്റെ കേസിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസിലാണ്. ഐ ആൻഡ് വി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതൊന്നും നിങ്ങൾ ആൻസർ ചെയ്താൽ മറ്റേ ഞാൻ ഇൻഡക്ടറിന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഐ ആൻഡ് വി ആർ ഇൻ സെയിം ഫേസ് ആണ്. സെയിം ഫേസിലാണ് ആര്? റെസിസ്റ്ററിന്റെ കേസിലുള്ളത്. അപ്പൊ ഫൈ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്മുടെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ എന്നുള്ളത് 1 ആയിട്ട് മാറി. ഇനി അടുത്തത് നമ്മൾ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്ററിന്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ ആ കേസിൽ ഐ ആൻഡ് വി ആർ അവർ നമ്മൾ ഐ ആൻഡ് വി ആർ അറ്റ് ആൻ ആംഗിൾ 90. അവർ നമ്മൾ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഐ ആൻഡ് വി അറ്റ് എ ഫേസ് ഡിഫറൻസ് ഓഫ് അറ്റ് എ ഐ ആൻഡ് വി അറ്റ് ഫേസ് ഫൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതാണ്. ഫൈ ഈസ് ഈക്വൽ 90 ഡിഗ്രിയാണ് ഈ കേസിൽ വരുന്നത്. അപ്പോൾ കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ നമ്മുടെ ആവറേജ് പവർ പി ഈസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 90 അല്ലേ? കോസ് 90 0 ആയി. അപ്പോൾ ടോട്ടൽ ആവറേജ് പവർ 0 ആയി. കാരണം എന്താ? ഇത് 0 ആയി ഇൻറ്റു 0. അപ്പോൾ മൊത്തത്തിൽ 0 അല്ലേ വരിക? 0നെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ആൻസർ എന്താ വരുന്നത്? 0 ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതായത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് എഴുതണം അല്ലെ? അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കോയിലൂടെയുള്ള കറണ്ടിലുള്ള ചേഞ്ച് കാരണം ആ കോയിൽ തന്നെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസ് എന്താ വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് ഒരു ചേഞ്ച് വരികയാണ്. അതായത് ഈ കോയിൽ ഓക്കെ ദാറ്റ് ഈസ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ എവർ a current changes in a coil. ഒരു കറണ്ട് ചേഞ്ച് ചെയ്യാണ് ഇൻ എ കോയിൽ. ഒരു കോയിലൂടെയുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ there will induce an EMF. അവിടെ എന്ത് ചെയ്യും? ഒരു EMF induce. there will induce an EMF ഒരു EMF അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. there will induce an EMF in the neighboring coil. തൊട്ടടുത്തുള്ള അയൽവാസിക്ക് മറ്റൊരാൾക്ക് മാറ്റണം എന്നല്ല പറഞ്ഞ നെയ്ബർ ആയിട്ടുള്ള ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അവിടെ നിങ്ങൾ ഇങ്ങനെ ഈ മ്യൂച്വലൈസേഷൻ എന്താ ചോദിക്കുക? ഈ പിക്ചർ വരയ്ക്കണേ. മ്യൂച്വലൈസേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു കോയിലുണ്ട്. ആ കോയിലൂടെയുള്ള
കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ മറ്റൊരു കോയിൽ ഉണ്ടെങ്കിൽ ആ കോയിലിൽ എന്ത് ചെയ്യുന്നു, ഒരു EMF ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഗാൽവനോമീറ്ററിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എന്തിനാണ് ഈ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടാനോ വോൾട്ടേജ് കുറയ്ക്കാനോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ആലോചിച്ച്, നമ്മൾ വീട്ടിൽ പോയി 230 വോൾട്ട് മതി, അത് മതിയാവും ഒരു വലിയ ഇൻഡസ്ട്രിയൽ കമ്പനിക്ക്. പോരാ, അവിടെ കൂടുതൽ വോൾട്ടേജ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ലൈനിൻ്റെ അടുക്ക് വേറൊരു ട്രാൻസ്ഫോമർ കൊണ്ടെടുക്കും. എന്തിന്? വോൾട്ടേജ് കൂട്ടാനുള്ള. അപ്പോൾ വോൾട്ടേജ് കൂട്ടിയ രീതിയിൽ എവിടേക്ക് കിട്ടും? നമ്മുടെ ഇൻഡസ്ട്രിയലിലേക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനാണ്. എന്താണ്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാനുള്ള ട്രാൻസ്ഫോമർ ആരാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ ഈ ട്രാൻസ്ഫോമർ എന്താ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സിമ്പിൾ പിക്ചർ. ഇതാണ്. ഓക്കെ, എവിടെ പോയി? ഇത് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സിമ്പിൾ പിക്ചർ. ഇത് നമ്മൾ ഇൻപുട്ട് എന്ന് പറയും, ഇത് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ സ്റ്റെപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടല്ലോ. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അല്ലെ, ഔട്ട്പുട്ട് അല്ലെ സെക്കൻഡറി, ഇത് നമ്മൾ സെക്കൻഡറി എന്ന് പറയും, ഇത് പ്രൈമറി ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ. അപ്പൊ അതിനർത്ഥം അവിടെയുള്ള വോൾട്ടേജ് കൂടുതലായിരിക്കും. എവിടെ? സെക്കൻഡറിയുള്ള വോൾട്ടേജ് പ്രൈമറി ഉള്ള വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് കറണ്ട് നേരെ തിരിച്ചാ വരും കേട്ടോ. അതായത് കറണ്ട് പ്രൈമറി ഉള്ളത് സെക്കൻഡറിയിലേക്കാളും ഇവർ രണ്ടുപേരും ഒരേപോലെ വരും, ഇവ നേരെ തിരിച്ചും വരും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ എവിടെ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്യുക? തിക്ക് വയർ യൂസ് ചെയ്യുക. പ്രൈമറി യൂസ് തിക്ക് വയർ. ഇൻ പ്രൈമറി യൂസ് എന്ത്? തിക്ക് വയർ എന്ത് ചെയ്യുക? നമ്മൾ അവിടെ യൂസ് ചെയ്യുക. റെഡിയാണല്ലോ. ഇനി അടുത്ത് ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്, വോൾട്ടേജ് കുറയണം. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി അല്ല കുറവായിരിക്കണം പ്രൈമറിനെക്കാട്ടിലും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി. ഇനി വോൾട്ടേജ് എന്താണ്? അതേപോലെ തന്നെ VP ഗ്രേറ്റർ ദാൻ VS. പ്രൈമറിയിലെ വോൾട്ടേജ് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതൽ. കറണ്ട് നേരെ തിരിച്ചു നോക്ക്. അതായത് എന്തായിരിക്കും? ഒരു IS ഗ്രേറ്റർ ദാൻ IP ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ? കറണ്ട് സെക്കൻഡറിയിലായിരിക്കും കൂടുതൽ വരുന്നത്. ഇനി ഇവിടെ എവിടെയാണ് നമ്മൾ തിക്ക് വയർ യൂസ് ചെയ്യേണ്ടത്? സെക്കൻഡറിയിൽ തിക്ക് വയർ യൂസ് ചെയ്യുക. യൂസ് തിക്ക് വയർ ഇൻ സെക്കൻഡറി. യൂസ് തിക്ക് വയർ ഇൻ സെക്കൻഡറി. ക്ലിയർ ആണല്ലോ? ഇത്രയും മതി സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള വ്യത്യാസത്തിൽ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇനി അതിലെ C ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറയുകയാണ്. ട്രാൻസ്ഫോമർ ഇക്വേഷൻ അഥവാ പ്രോബ്ലം വരികയാണെങ്കിൽ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ വരാനുള്ള ചോദ്യം മാത്രമേ അവിടെ വരുള്ളൂ, വേറെ ടഫ് ഒന്നും വരില്ല. അതായത് എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, number of turns in secondary divided by number of turns in primary equal to number of turns in number of voltage in secondary divided by voltage in primary, that is equal to current in primary divided by current in secondary. കാരണം കറണ്ട് എപ്പോൾ എന്നാണ് തല തിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക അറിയോ? ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 തരും, എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? വെച്ചിട്ട് അടുത്തത് കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി C ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 4 ലോസസ് ഓഫ് എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ. 4 എനർജി ലോസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയാം. ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയാം. രണ്ടാമത് നമുക്ക് കോപ്പർ ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കോപ്പർ ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് എന്ന് നമുക്ക് പറയാം, വയറിന്റെ കട്ടി കാരണം. മൂന്നാമത്താണ് എന്ത്? ഹിസ്റ്ററിസിസ് ലോസ്. ഏത് ലോസ് ആണ്? ഹിസ്റ്ററിസിസ് ലോസ് ആണ് മൂന്നാമത്തെ ആള്. നാലാമത്താണ് ഇത്, നാലാമത്തെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. കോപ്പർ ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്, ഫ്ലെക്സ് ലീക്കേജ്, എഡി കറന്റ് ലോസ്. ഏതാണ്? എഡി കറന്റ് ലോസ്. ഓക്കെ അല്ലേ? ഈ 4 ലോസ് ആണ് ദാ അവിടെയുള്ളത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് സാറ് വിചാരിക്കുന്നു കേട്ടോ, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ലെങ്ത്തിൻ്റെയോ
ഫ്രീക്വൻസിയുടെയോ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ എഴുതുന്നു. എത്ര ആൾക്കാരുള്ളത്? ആൾക്കാർ അല്ലേ. അറേഞ്ച് ദ ഫോളോയിങ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. അസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതുക, ഫ്രീക്വൻസിയുടെ ചെറുതിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വിസിബിൾ, ഇൻഫ്രാറെഡ്, എക്സ്റേ, ഈ 4 ആൾക്കാരെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ആ മൊത്തത്തിലുള്ള ആ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാലോ. എന്തായിരുന്നു മൊത്തത്തിലുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ? RMI ലെക്സ് ജി, ലെക്സ് സോപ്പ് കേട്ടില്ലേ, അല്ലെങ്കിൽ റേഡിയോ മിർച്ചി ഐ ലവ് യുവർ എക്സ് ഗേൾഫ്രണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാണ്. എന്താണെന്നറിയോ? ഇവിടെ റേഡിയോ വേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടാവുക. ഈ വേവ് ലെങ്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രീക്വൻസിയും വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഈ റേഡിയോ വേവിനാണ്. അപ്പൊ ഏറ്റവും കുറവായിരിക്കും ഗാമാറയ്ക്കായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കും അത് ഗാമാറ. കാരണം വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളിടത്ത് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ, വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളിടത്ത് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കും. ഇനി വേവ് ലെങ്ത് കൂടുതലുള്ളിടത്ത് ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവുമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഈ ഒരു കേസിൽ മനസ്സിലാക്കുക. അപ്പൊ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ഇവനാണെന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാറേ. ഓക്കെ, ഇനി ഈ 4 ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്നുള്ള ഫ്രീക്വൻസിയുടെ ചെറുതിൽ, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കും നോക്ക്. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് റേഡിയോവിന്. അപ്പൊ ഏറ്റവും കുറവ് ഇവനായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കും ഗാമക്കായിരിക്കും അല്ലെ, ഗാമക്കായിരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞാൽ ഏറ്റവും കുറവ് ഫ്രീക്വൻസി റേഡിയോ വേവിനുമായിരിക്കും. അപ്പൊ നമ്മൾ അത് എഴുതുമ്പോൾ ഇത് ചെറുതെന്ന് വലുതെന്ന്, അപ്പൊ ഏറ്റവും കുറവ് ആദ്യം എഴുതണം. ഇൻവിസിബിൾ, ഇൻഫ്രാ, എക്സ്റേ, മൈക്രോവേവ്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആയിരിക്കും മൈക്രോവേവിന് അല്ലേ. അപ്പൊ ആദ്യം മൈക്രോവേവ് എഴുതാം. ലെസ് ദാൻ, പിന്നെ ആരാ വരുന്നത്? എക്സ്റേ, ഇൻഫ്രാറെഡ്, വിസിബിൾ, പിന്നെ ഇൻഫ്രാറെഡ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, അപ്പൊ IR. ലെസ് ദാൻ, പിന്നെ വിസിബിൾ ലൈറ്റ്, ലൈറ്റിന്റെ വരുന്നുണ്ട്. പിന്നെയാണ് ആര് വരുന്നത്? ഏറ്റവും അവസാനമാണ് നമ്മൾ ആര് വരുന്നത്? എക്സ്റേ വരുന്നത്. കണ്ടോ? അപ്പൊ ഈ തന്ന 4 ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ആർക്കാണ്? എക്സ്റേക്കാണ്. ക്ലിയർ അല്ലേ? അതിന്റെ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും മാറിപ്പോയത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക് എഴുതണം. എന്നിട്ട് ആ സൈൻ, അപ്പൊ വലുതിന്റെ ഭാഗത്താണ് ഈ വലിയ തൊള്ള ഉണ്ടാവും കേട്ടോ. ഓക്കെ, ചെറുതിന്റെ ഭാഗത്ത് എന്താ ഇങ്ങനെ കൂർപ്പാണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്ത് ആലോചിച്ചിരിക്കുക കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ, ഗിവ് അപ്ലിക്കേഷൻ ഓഫ് ഇൻഫ്രാ. ഇതിൽ ഓരോ കേസിനെയും അപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അപ്ലിക്കേഷൻ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ. ആരുടെ? എക്സ്റേന്റെയും ഇൻഫ്രാറെഡിന്റെയും അപ്ലിക്കേഷനാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഓരോന്നിനെയും ജസ്റ്റ് ഞാനൊരു അപ്ലിക്കേഷൻ പറഞ്ഞുതരാം. റേഡിയോ വേവ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്താൽ കമ്മ്യൂണിക്കേഷന് 2 അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ മാത്രമേ പറയുള്ളൂ. കമ്മ്യൂണിക്കേഷന്, പിന്നെ നമ്മൾ സെല്ലുലാർ ഫോൺ. റീസെന്റ് ആയിട്ട് കുറേ ചോദിച്ച കാര്യങ്ങൾ മാത്രമാണ്. TV-യിലൊക്കെ റേഡിയോ വേവ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് മൈക്രോവേവ് ആണ്. മൈക്രോവേവ് എടുക്കുന്ന വെച്ചാൽ റഡാറിലും പിന്നെ മൈക്രോവേവ് ഓവനിൽ എയർക്രാഫ്റ്റ് നാവിഗേഷനും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? മൈക്രോവേവ് ആണ്. അതേപോലെ മൈക്രോവേവ് ഓവനിലും അതിന് അത് പെട്ടെന്ന് കിട്ടും. പിന്നെ അടുത്ത ആരാണ്? ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡിന്റെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ എക്സാമ്പിൾ അപ്ലിക്കേഷൻ ആണ്. ഏതാണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് എന്ത്? ഇൻഫ്രാറെഡ്. ഈ ഇൻഫ്രാറെഡ് നമ്മൾ ഹീറ്റ് വേവ്സ് എന്നും പറയാട്ടോ, ഹീറ്റ് വേവ്സ് എന്നും പറയാറുണ്ട്. പിന്നെ അടുത്തത് വിസിബിൾ ലൈറ്റ് ആണ്. അത് ലൈറ്റിന് എന്താണ്? വിഷൻ ആണ്, അത് നമുക്കറിയാം. പിന്നെ ആരാണ്? അൾട്രാവയലറ്റിന്റെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓസോൺ ലെയറിനെ പൊട്ടിക്കുന്ന ആരാണ്? അൾട്രാവയലറ്റ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് അൾട്രാവയലറ്റിന്റെ കേസിൽ ഈ വാട്ടർ പ്യൂരിഫയറിൽ ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ വാട്ടർ പ്യൂരിഫയറിനെക്കാളും കൂടുതൽ വരല് കിൽ ജേംസ് ആണ്. കിൽ ജേംസ് ആൻഡ് ബാക്ടീരിയ. ജേംസിനെയും ബാക്ടീരിയയും കൊല്ലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലേസിക് ഐ സർജറി. ഇതും കൂടെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാം പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ആരാളെ? UV കഴിഞ്ഞാൽ പിന്നെ എക്സ്റേ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? ഇമേജിങ് ഓഫ് ബോണിന്റെ ചിത്രം എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എക്സ്റേ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ എക്സ്റേ എടുക്കുന്നത്. പിന്നെ അടുത്ത് ഗാമാറേ എന്തിനാ യൂസ് ചെയ്യുക വെച്ചാൽ ക്യാൻസർ സെല്ലിന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. റെഡി? ഇനി സി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആക്സിലറേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസസ് ഡാഷ് വേവ്സ്. ഏത് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് എന്ത് ചെയ്യുക? ഒരു ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. റെഡി? ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ഏതാണ്?
റേ ഓഫ് ദിസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ വേണ്ടി പറ്റാത്ത ചാപ്റ്ററാണ് അല്ലേ. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും കൊടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ളത് പെട്ടെന്ന് കഴിയൂട്ടോ. ഓക്കെ, ഇത് ചാപ്റ്ററും കൂടെ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇതിൽ മാക്സിമം ഒരു 15 മിനിറ്റ് ഈ ഒരു ചാപ്റ്ററിന് എടുക്കും. ബാക്കി നമ്മൾ എന്തായിരിക്കും പെട്ടെന്ന് തരും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തതിന് ആൻസർ നമ്മൾ എഴുതാൻ വേണ്ടി പോകണം. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ലോ ഉണ്ട് അല്ലേ. ഒന്നാമത് എന്താണ്? ഇൻസിഡന്റ് റേ റിഫ്രാക്ഷൻ അല്ല, അപ്പൊ റിഫ്രാക്റ്റഡ് റേ അല്ലെ. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. ആർ ഇൻ എന്ത് പ്ലെയിനിലാണ്? സെയിം പ്ലെയിനിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സൈഡ് റേഷ്യോ ഓഫ് എഴുതണം. റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ. എന്താ പറയുന്നത്? സൈൻ ഓഫ് റേഷ്യോ പറയുമ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ, അത്രയേ ഉള്ളൂ. അത് ഡിവൈഡഡ് ബൈ വന്നാൽ നമുക്ക് റേഷ്യോ എന്നുള്ള ഇതിൽ പറയാൻ പറ്റും. അതാണ് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത്രയും മതി. ഇതാണ് നമ്മൾ ഫസ്റ്റ്. ഈ രണ്ടാമത്തെ ഒബ്റ്റെയിൻ ദ റിലേഷൻ ഫോർ ദ ടോട്ടൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ് ഇൻ എ റേ ഇൻസിഡന്റ് ഓൺ എ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം. ടോട്ടൽ ഡീവിയേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് വരെയുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രിസം വരയ്ക്കാം. ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രിസം, ഒരു അടിപൊളി പ്രിസം കണ്ട് വരയ്ക്കാം കേട്ടോ. റെഡി? എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു റേത ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ആ റേത ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ആ റേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. അത് വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ആ റേ പോകുന്നത്. ക്ലിയർ? ഫസ്റ്റ് ഇതാണ് വരയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഇതിനെ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ ടു ഡി എന്ന് പറയുന്നത്. ഇനി ഇതിൽ 2 നോർമലും കൂടെ വരക്കണം. സർഫസിന് 2 നോർമൽ വരക്കുന്നത് ഇങ്ങനെ വരയ്ക്കും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് കേസ്. ഇനി പേര് കൊടുത്തു. ഇത് ആംഗിൾ ഓഫ് പ്രിസം എ ആണ്. ഇത് പി ക്യു ആർ എസ്. ഇത്രയും മതി. ഇത് ആംഗിൾ ഐ ആണ്. ഇത് R1, ഇത് R2, ഇത് ആംഗിൾ ഇ എമർജൻസി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് R1 ആണ്, ഇത് I മൈനസ് R1 ആണ്. ഇതെന്താണ്? ഇ മൈനസ് R2 ആണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റുള്ള ഇ മൈനസ് R2 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ. ഇത് ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. ഇ മൈനസ് R2. ഓക്കെ, ഇത് ഇ മൈനസ് R2. അതായത് ഇവിടെയുള്ള ഇതാണ് ഇ, അതിന് R2 കുറച്ച ഇത്. അതായത് ഇത് ഐ ആണ്, അതിന് R1 കുറച്ച ഇത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു കോർഡിനേറ്ററിലാവുമ്പോൾ ഇതിന്റെ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി എത്ര ആയിരിക്കും? 90 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ എസ്, ആംഗിൾ എയും ആംഗിൾ എസും കൂടെ കൂട്ടി എത്ര വരിക? 180 ഡിഗ്രി എന്ന് പറയാം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ തൽക്കാലം എ പ്ലസ് എസ് എടുക്കാണ്. എന്തെടുക്കുന്നത്? എ പ്ലസ് എസ്. എ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? എ പ്ലസ് ആംഗിൾ എസ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, എ പ്ലസ് ആംഗിൾ എസ്. എ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗിൾ ഓഫ് പ്രിസം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നത് കേട്ടോ. ഓക്കെ, ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇനി അടുത്തതായിട്ട് നോക്കുമ്പോൾ ഇത് 3 ഇത് ട്രയാംഗിൾ. അപ്പൊ ടോട്ടൽ ആംഗിൾ എത്ര? 180. അപ്പൊ എത്ര പറയാ? R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നിങ്ങൾ നോക്ക്, 2 ഇക്വേഷനും 180 ഡിഗ്രി അല്ലേ റൈറ്റ് ഹാൻഡ് സൈഡിൽ. ആംഗിൾ എസ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഈക്വൽ ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. ആര്? എ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇത് ഇക്വേഷൻ നമ്പർ 1. റെഡി? ഇനി അടുത്തത് ഈ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാറിയോ? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ 2 ആംഗിൾസ് കൂട്ടിയാൽ മതി. അതായത് ഡീവിയേഷൻ ഡി ഈസ് ഈക്വൽ ടു ഈ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഒന്ന് I മൈനസ് R1 മറ്റേ ഇ മൈനസ് R2 അല്ലേ. അപ്പൊ I മൈനസ് R1 പ്ലസ് ഇ മൈനസ് R2 ഇവർ രണ്ടുപേരെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ഡീവിയേഷൻ കിട്ടി. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തതാണെങ്കിൽ I പ്ലസ് ഇ മൈനസ് ഓഫ് R1 പ്ലസ് R2 എന്നാണ്. കാരണം മൈനസ് മൾട്ടിപ്പിൾ ഈ 2 മൈനസ് ഒന്നും അവിടെ തന്നെ ഉണ്ടാവും. ഈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ അത് എ ആണ്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരെ ആൻസറിലേക്ക് ചെയ്താൽ മതി. ഇത് ഇത്രയും മതി കേട്ടോ. ഓക്കെ അല്ലേ. ഇനി എന്താണ്? അപ്ലൈയിങ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. അപ്ലൈയിങ്
മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ അതറിയണ്ടേ? എന്തൊക്കെയാണെന്ന് അറിയോ? I ഈസ് ഈക്വൽ ടു ഇ ആണ്. അതേപോലെ R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു ഞാൻ R എന്ന് എടുക്കുന്നു. അതേപോലെ പിന്നെ ഉള്ളത് എന്താണ്? ഈ സ്മോൾ ലെറ്റർ ഡി എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ഡി ആവുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 നമുക്ക് കിട്ടുന്നതാണ് എന്ത്? R ഈസ് ഈക്വൽ ടു A/2 എന്ന് കിട്ടും. ഇക്വേഷൻ 2 നമുക്ക് എന്താ കിട്ടുന്നത്? I ഈസ് ഈക്വൽ ടു A+D/2 എന്നും കിട്ടും. A+D/2 എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ റിഫ്രാക്റ്റൻസിന്റെ ഇക്വേഷൻ ആയിട്ട് N ഈസ് ഈക്വൽ ടു സൈൻ I/സൈൻ R എഴുതി കൊടുത്താൽ മതി. അപ്പൊ സൈൻ I എന്ന് പറഞ്ഞാൽ എത്രയാണ്? A+D/2 ആണ്. ഡിവൈഡ് ബൈ സൈൻ R എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് A/2 ആണ്. ഇതാണ് ഈ ഒരു കേസിൽ നമുക്ക് വരുന്നത്. ഇത് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഡെറിവേഷൻ ആണ് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലായിട്ടും സാറ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊന്നും അല്ല ഉള്ളത്, പക്ഷെ വളരെ കുറച്ച് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. Refraction of light is a phenomenon of change in path of a light ray when it goes from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് അനദർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഓക്കെ, ബെൻഡിങ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു കേസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ്, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഡെൻസറിന് റെയർക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഡെൻസർ മീഡിയം, റെയറർ മീഡിയം, അതുപോലെ ഇവിടെ റെയറർ മീഡിയം, ഇവിടെ ഡെൻസർ മീഡിയം, ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ലൈറ്റ് അത് നോർമലാണല്ലോ, ഇതാ നോർമൽ, ഇതാണ് ഇവിടുത്തെ നോർമൽ. ഇവിടുത്തെ ഡെൻസർ മീഡിയം റെയറർ മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ പോവുകയാണെങ്കിൽ അത് എവേ ആയിട്ടായിരിക്കും. നോർമലിൽ നിന്ന് നേരെ പോകേണ്ടത് ഇവൻ നോർമലിൽ നിന്ന് എവേ ആയിട്ടാണ് പോകുന്നത്. ഇനി റെയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ഒരു ലൈറ്റ് റേ വരുന്നുണ്ടെങ്കിൽ അത് ടുവാർഡ്സ് ദ നോർമലിന്റെ അടുത്തേക്കായിരിക്കും വരുന്നത്. അതായത് ഇങ്ങനെ പോകേണ്ട ആൾ ഇങ്ങനെ നോർമലിന്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഡെൻസറിന്ന് റെയറർ മീഡിയത്തിലേക്കാണെങ്കിൽ എവേയും, റെയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിൽ ടുവാർഡ്സ് ദ നോർമലുമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു കേസിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഞങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Refraction of light is the phenomenon of change in path of light ray when it goes from one medium to another. State laws of refraction അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. With the help of a ray diagram, derive the lens maker's formula for a convex lens of focal length f. 1/f is mu minus 1 into 1/r1 minus 1/r2. Okay, mu is refinement of material and lens. Okay, r1 r2 radius of curvature of it. Okay, അതായത് റിഫ്രാക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ലെൻസ്, ഒരു ലെൻസ് വരയ്ക്കുക. നമ്മുടെ ലെൻസ് നമ്മളിതാ ഇവിടെ വരച്ച് കഴിഞ്ഞു. റെഡിയാണ്, ഓക്കെ ആണെന്ന് വിചാരിക്കും. അതിന് സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു ലൈനും വരയ്ക്കാം. അതിന് സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു ലൈനും വരച്ചിക്കാം. ഓക്കെ, ആദ്യം ഒരു ലൈറ്റർ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, അവിടെ മുട്ടുന്നു. അപ്പോൾ ഈ സർഫസ് മാത്രം ഉള്ളെങ്കിൽ അതിമ തട്ടിയതാ ഇവിടെ മാത്രം ഇങ്ങോട്ടേക്ക് നമ്മുടെ ലൈറ്റർ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നു. ഓക്കെ, ദെൻ പക്ഷേ ഇതിലും കൂടെ കടന്നു പോകുന്നില്ല. അതായത് ഇവൻ ഇല്ലായിരുന്നു കേട്ടോ ആദ്യം, അവൻ ഈ ഒരു സർഫസ് ഇല്ലായിരുന്നു, ഇവൻ മാത്രമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ കിട്ടിയിരുന്നു. ഇനി ഇവനും കൂടെ വന്നാൽ നമ്മുടെ ഫൈനൽ ഇമേജ് വീണ്ടും ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫൈനൽ ഇമേജ് കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ. ഇതാണ് ആ ഒരു ഫോർമുലയ്ക്കുള്ള പിക്ചർ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതല്ലേ നമ്മുടെ ആദ്യത്തെ ഇമേജ്. അപ്പോൾ I' എന്നും ഇത് നമ്മുടെ ഫൈനൽ ഇമേജ്, അത് I എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് പോളിലേക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ U എന്നെടുക്കുന്നു. അതേപോലെ ഇവിടുന്ന് ഫൈനൽ ഇമേജിലേക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ V എന്നും, അതുപോലെ ആദ്യത്തെ സർഫസ് മാത്രം കിട്ടിയുള്ള ഇമേജിലേക്ക് ചെയ്യാൻ V' ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്, ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണ്. ഇവിടുത്തെ റിഫറൻസ് N1, ഇവിടുത്തെ റിഫറൻസ് N2, പുറത്തുള്ളത് വീണ്ടും N1 ആണ്. ക്ലിയർ? അപ്പൊ ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം ABC, അതുപോലെ ADC. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്? റിഫ്രാക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. എന്താ റിഫ്രാക്ഷൻ ഫോർമുല? N2/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1/R. ഇതാണ് നമ്മുടെ റിഫ്രാക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിനർത്ഥം എന്താണെന്നറിയോ? രണ്ട് മീഡിയം ഉണ്ട്, N1 ഉം N2. അപ്പോൾ ഇത് ഇമേജ് ഡിസ്റ്റൻസ്, ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെയാണ്
refractance of second medium with respect to divided by image distance, then refractance of first medium divided by object distance, then refractance second medium minus first medium divided by റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ സാധനമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടെ 2-3 മീഡിയം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഫസ്റ്റ് സർഫസ് എ ബി സിയിൽ അപ്ലൈ ചെയ്യാണ്. സർഫസ് എ ബി സിയിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇതില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റിഫറൻസ് മീഡിയത്തിൻ്റെ റിഫറൻസ് N1. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ലൈറ്റ് റേ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അതായത് ഇത് മാത്രമുള്ള ഇത് ഇങ്ങനെയാണ് നമ്മൾ ലൈറ്റ് റേ പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തിൻ്റെ റിഫറൻസ്. ഇത് രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ്. അപ്പോൾ റിഫറൻസ് ഓഫ് ഫസ്റ്റ് മീഡിയം ഓക്കെ അല്ലെ സെക്കൻഡ് N2 എന്ന സെക്കൻഡ് മീഡിയം അല്ലേ. അപ്പോൾ സെക്കൻഡ് മീഡിയ അതാ ഇവനല്ലേ, അതിന്റെ റിഫറൻസ് N2 ആണ്. N2 ഇമേജ് ഡിസ്റ്റൻസ് ഇവൻ കാരണമുള്ള ഇമേജ് നമുക്ക് ഐ ഡാഷിലല്ലേ കിട്ടിയത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഇമേജ് വി ഡാഷ് ആണ്. പിന്നെ റിഫറൻസ് ഓഫ് ഫസ്റ്റ് മീഡിയം N1, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമ്മൾ U എന്ന് എടുത്തു. പിന്നെ N2 മൈനസ് N1 റിഫറൻസ് ഓഫ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ R1. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത്രയേ ഉള്ളൂ. ഇനി സർഫസ് ഏതെടുക്കുന്നു? സർഫസ് എ ഡി സി എന്നുള്ള രണ്ടാമത് സർഫസിലേക്ക് എടുക്കുകയാണ്. ക്ലിയർ? അപ്പൊ അവിടെ എവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റർ ഈ ലൈറ്ററയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ N2-ൽ നിന്ന് N1-ലേക്കാണ് പോകുന്നത്. അപ്പൊ റിഫറൻസ് ഓഫ് സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ N1 ആണ്. ഡിവൈഡ് ബൈ അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ വി അല്ലേ. അപ്പൊ N1 ബൈ വി മൈനസ് റിഫറൻസ് ഓഫ് ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ അത് N2 ആണ്. N2 ഡിവൈഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇതിന്റെ ഈ ഇമേജിന്റെ ഒബ്ജക്ട് അതായത് വി ഡാഷ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ റിഫറൻസ് ഓഫ് ഫസ്റ്റ് മീഡിയം മൈനസ് സെക്കൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ N1 ആണ് മൈനസ് ഫസ്റ്റ് മീഡിയം ഡിവൈഡ് ബൈ R2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. റെഡിയാണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നത്. ഇത് ഇക്വേഷൻ 1ഉം 2ഉം അങ്ങോട്ട് ആഡ് ചെയ്താൽ ഇക്വേഷൻ 1ഉം 2ഉം ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഈ N2 വി ഡാഷും N2 വി ഡാഷും എന്തെങ്കിലും ക്യാൻസൽ ആയി പോവേ. അപ്പം എന്താ വരുന്നത് നോക്കാം. N2 വി ഡാഷും ക്യാൻസൽ ആയി പോയാൽ ബാക്കി N1 ബൈ വി ഉണ്ടാവും. ഇക്വേഷൻ 2ൽ N1 ബൈ വിയും ഇവിടെ N1 ബൈ യു മൈനസ് N1 ബൈ യു ഉണ്ട്. അപ്പോൾ മൈനസ് N1 ബൈ യു ഈക്വൽ ടു ഇവിടെ നമുക്ക് N2 മൈനസ് N1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഒരു മൈനസ് എടുത്താൽ മതി. അപ്പം എന്താ ചെയ്യേണ്ടത്? N2 മൈനസ് N1 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി 1 ബൈ R1 മൈനസ് 1 ബൈ R2 എന്ന് വരും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്ത് വരണം? മൈനസ് വരണം. ക്ലിയർ ആണല്ലോ? ഇത് മതി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? N1-ന് ഞാൻ എന്ത് ചെയ്യുന്നു? 1 എന്ന് കൊടുക്കുന്നു. N2 ഞാൻ N എന്നും കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരിക? N1 ബൈ വി അല്ലേ. അപ്പൊ 1 ബൈ വി മൈനസ് 1 ബൈ യു ഈസ് ഈക്വൽ ടു N2 എന്താണ്? N ആണ്. N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഓക്കെ, ഒരൊറ്റ സ്റ്റെപ്പും കൂടെ. അതായത് ഇവിടെ യു എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. യു എന്നുള്ളത് ഞാൻ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് വി എവിടെയാണ്? എഫിലാണ്. അപ്പൊ യു എന്നുള്ളത് ഇൻഫിനിറ്റി. അപ്പോൾ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പോൾ വി എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക? എഫ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടി. 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഇതാണ് ഇവിടുത്തെ എന്തായിട്ട് വരുന്നത്? നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ അല്ലേ? ഇനി ഇത് ഇക്വേഷൻ നമ്പർ 3ഉം ഇത് ഇക്വേഷൻ നമ്പർ 4ഉം കൊടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഈ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഫോർമുല കൂടെ കിട്ടും. അതാണ് തിൻ ലെൻസ് ഫോർമുല. ഫ്രം 3 and 4 3യിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡ് നോക്ക്. N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 ഇതോ 1 മൈനസ് 1. ഓക്കെ, അപ്പൊ അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു ആണ്. ഇതാണ് നമ്മുടെ എന്ത് ഫോർമുല എന്ന് പറഞ്ഞാൽ? തിൻ ലെൻസ് ഫോർമുല. ഏത് ഫോർമുലടാ? തിൻ ലെൻസ് ഫോർമുലയാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിരിക്കുക. ഇതിൽ ആർക്കും എന്ത് ചെയ്യരുത്? ഒരു സംശയവും ഉണ്ടാകരുത്. ഇത് സെറ്റാണ്, ഓക്കെ ആണ്, റെഡിയാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത നമ്മൾ റേ ഡയഗ്രം വരയ്ക്കും. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആരാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവൻ ഉറപ്പായിട്ടും വരും. ഇവന്റെ അപ്ലിക്കേഷൻസ് എന്താണെന്നും പഠിച്ചു വെച്ചാൽ മതി. എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? അത് നിങ്ങൾ പിക്ചർ വരയ്ക്കണ്ടേ? അതാണ് പിക്ചർ. അപ്പൊ ആദ്യം ഞാൻ പിക്ചർ വരയ്ക്കുകയാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പിക്ചറാണ്. ഓക്കെ, ഇത് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? ഇവിടെ കുറച്ച് അവിടെ ഒന്ന് ഇവിടെ 3 മതി. അപ്പൊ ആദ്യം ഒരു ലൈറ്റർ ചെയ്താൽ ഇവിടെ വന്നു എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, അടുത്തൊരു ലൈറ്റർ ചെയ്താൽ ക്രിട്ടിക്കൽ ആംഗിളിൽ പോകുമ്പോൾ അത് ഇതിന് പാരലൽ ആയിട്ട് പോകുന്നു.
അടുത്തൊരു ലൈറ്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിളിൽ പോയി ഇടിക്കുന്നു, അപ്പോൾ റിഫ്ലക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആ സമയത്ത് നമ്മൾ ക്രിട്ടിക്കൽ ആണ്, കാരണം എന്താണ് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ മീഡിയം പോകേണ്ട അതായത് ലൈറ്റ് റേ പോകേണ്ട എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക്. കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ ലൈറ്റ് റേ ഷുഡ് ഗോസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഐ സി ആണ്. ആ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണ് കേട്ടോ. അതായത് ഈ കേസിൽ ഐ സി ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സൈൻ ഇൻവേഴ്സ് 1/n എന്ന് പറഞ്ഞാൽ. സൈൻ ഇൻവേഴ്സ് 1/n ആണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിന്റെ കേസ് അപ്പുറത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കേസിൽ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ എഴുതുക? വെൻ എ ലൈറ്റ് റേ ഗോസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ദ റിഫ്രാക്റ്റഡ് റേ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. ഓക്കെ, റിഫ്രാക്ട് ചെയ്യേണ്ട റേ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി? when a light ray go from denser medium to, ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. ഓക്കെ, when light ray goes from എവിടുന്ന് എങ്ങോട്ടേക്കാ? ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം, ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ ഏത് മീഡിയത്തേക്കാണ്? റെയറർ മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ പോകും. വെൻ ലൈറ്റ് റേ ഗോസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇതാണ് രണ്ട് കണ്ടീഷൻ കേട്ടോ. അപ്പൊ ആ കണ്ടീഷൻ വെച്ചിട്ട് ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദ റേ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബാക്ക്. ദ റേ കംപ്ലീറ്റ്ലി റിഫ്ലക്ട്. അത്രയും മതി. റേ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നു. ഇതാണ് ടോട്ടൽ ഇന്റർവൽ. കണ്ടോ, ഇവിടെ ഇങ്ങനെ പോകേണ്ട, മുകളിലേക്ക് പോകേണ്ട ആളും കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്ത് താഴേക്ക് തന്നെ വരുന്നു. ഓക്കെ അല്ലേ? ഇതാണ് കേസ്. ഇനി അങ്ങനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, കാരണം ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ ഐ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. എപ്പോ? ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് എന്താണ്? ഇൻസിഡൻസ് ആണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ദാറ്റ് when refracted ray refracted angle, when the refracted angle, or when the angle, എങ്ങനെ എഴുതിയാൽ മതി? when the angle of refraction is 90 degree, when the angle of refraction 90 ഡിഗ്രി ആകുമ്പോഴുള്ള ആ ഇൻസിഡന്റ് ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ഇക്വേഷൻ? ആ ക്രിട്ടിക്കൽ ആംഗിൾ ഐ സി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/n. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കേസിൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. സെറ്റ് ആണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു കേട്ടോ. റെഡി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ. റേ ഡയഗ്രാം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ റേ ഡയഗ്രാം വരയ്ക്കും വേണം, അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളത് എഴുതും വേണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ആരുടേതും ഉണ്ട്, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൻ്റെതും ഉണ്ട്. ഓക്കെ, ദെൻ അതിന്റെ മാഗ്നിഫിക്കേഷനും. അപ്പൊ ആദ്യം ഞാൻ ഇത് 1 ഇത് 2 എന്ന് കൊടുക്കാം അല്ലെ. ഓക്കെ, ഇത് എ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് എ ആണ്, ഇത് ഏതാണ്? ബി ആണ്. അപ്പൊ എൻ്റെയും ബിന്റെയും ആൻസർ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ എയുടെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം റേ ഡയഗ്രാം, ഇത് കൃത്യമായിട്ട് റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പഠിക്കണേ. വളരെ എളുപ്പത്തിൽ, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാൻ ഭയങ്കര എളുപ്പത്തിൽ വരയ്ക്കാം. ആദ്യം നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലേ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ ഒബ്ജക്റ്റീവ് ചെറുതാ. ആരാ വലുതായിട്ട് വരുന്നത്? ഐ പീസ് വലുതായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, ഇതിലിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഒരു ലൈറ്റ്, നമുക്ക് ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്. ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിലല്ല, ഫോക്കസിന്റെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലൈറ്റർ വെച്ചാൽ മതി, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വെച്ചാൽ മതി. ഒരു ലൈറ്റർ ഇങ്ങനെ പോകും, ആ ലൈറ്റർ ഇങ്ങനെ പാസ് ചെയ്യും. അടുത്ത ലൈറ്റർ ഇങ്ങനെ പോയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, ഈ ലൈറ്റർ ശരിക്കും ഇങ്ങനെ പോകണം കേട്ടോ.
ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇതാ ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ഇമേജ് ഇതാ ഇവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഇമേജ് ഇതാ നമുക്ക് ഈ ഒരു കേസ് ഇതാ ഇങ്ങനെയാ ഫോം ചെയ്യുന്നത്. റെഡി അല്ലേ? ഇതാണ് നമ്മുടെ അടുത്ത കേസിലുള്ള ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ണ് വരച്ചു കൊടുക്കുക. ഇവിടെ ആര് വരച്ചു കൊടുക്കുക? കണ്ണ് നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ണ് വരച്ചു കൊടുക്കുക. അപ്പൊ ആ കണ്ണ് വരച്ച കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് വരും? ലൈറ്റർ ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരില്ലേ? യെസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇവർ രണ്ടുപേരും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ആ പൊസിഷനിൽ ഇവിടെയാണ് നമ്മുടെ ഫൈനൽ ഇമേജ് കിട്ടുന്നത്. ഇതാണ് ആരുടെ കേസിലുള്ളത്? നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിലുള്ള റേ ഡയഗ്രാം. ഇത്രയും മതി. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ റേ ഡയഗ്രമാണ് ഇപ്പൊ വരച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഒബ്ജക്റ്റീവ് എന്നും, ഒബ്ജക്റ്റിന്റെ അടുത്തുള്ളത് ഒബ്ജക്റ്റീവ് എന്നും, ഇത് നമ്മൾ ഐ പീസ് എന്നുമാണ് എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇതാണ് ഇവരുടെ ഫോക്കൽ ലെങ്ത് FO എന്ന് പറയും. ഇവന്റെ ഫോക്കൽ ലെങ്ത് ഇത് FE ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവന്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ M is equal to L divided by FO into 1 plus D by FE ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് L എന്ന് പറഞ്ഞാൽ ഈ FEയും FAയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് L എന്നാണ്. ഓക്കെ, ഇത്രയും മതി. ഇനി അടുത്ത റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ കേസിലുള്ളതാണ് അടുത്തായിട്ട് വരയ്ക്കേണ്ടത് അല്ലേ? റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ കേസിലുള്ള റേ ഡയഗ്രാം. ഓക്കെ, ഇത് രണ്ടും പെട്ടെന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചു കഴിയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇങ്ങനെ വരച്ച് നിങ്ങൾ നിൽക്കും. ഇതൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങൾ വരച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് എക്സാമിന് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. റെഡിയാണ്, ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ കേസിൽ ആദ്യം വലിയ റേ ആണ്, വലിയ ലെൻസ് ആണ് വേണ്ടത്. എന്താ വേണ്ടത്? വലിയ ലെൻസ് ആണ് നമുക്ക് ഈ കേസിൽ ആദ്യം നമുക്ക് വേണ്ടത്. റെഡി? ആ വലിയ ലെൻസിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈറ്റ് ചെയ്യാതെ ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നു ഒരു ഇൻഫിനിറ്റി എന്നാണ്, കാരണം ദൂരെയുള്ള സാധനത്തെ കാണാൻ നമ്മൾ ടെലസ്കോപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻഫിനിറ്റി എന്ന ലൈറ്റ് റേ വരുന്നു. ഓക്കെ, ആ ലൈറ്റ് റേ ഇവിടെ തട്ടിയത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ലൈറ്റ് റേ ഇതിന്റെ സെന്ററിലൂടെ പോയിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു ഇവിടെ ജോയിൻ ചെയ്ത് സെന്ററിലൂടെ കടന്നു പോട്ടോ, ലെൻസിന്റെ സെന്ററിലൂടെ കടന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഈ നേരത്തെ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റർ നമുക്ക് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇൻഫിനിറ്റി എന്ന് വരുന്നു. അത്രേ ഉള്ളൂ. രണ്ടും കൂടെ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ഇമേജ് കിട്ടി. ഇനി ഈ ഇമേജ് രണ്ടും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത് നമ്മുടെ ലെൻസിലേക്ക് നമ്മുടെ ഐ പീസിലേക്ക് വെക്കുന്നു. ഐ പീസ് ഇവിടെ ചെറുതാണ് കേട്ടോ. ഒബ്ജക്റ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഐ പീസ് എന്നാണ് ഇവിടെ ചെറുതായിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി രണ്ടും കൂടെ ഇമേജ് നമുക്ക് ഇവിടെയല്ലേ കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇമേജ് നമ്മൾ ഇൻഫിനിറ്റി കിട്ടുന്ന പോലെ തന്നെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഫിനിറ്റി കിട്ടുന്ന പോലെ തന്നെ വരയ്ക്കാതാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഈ ലൈറ്റർ രണ്ടും കൂട്ടിമുട്ടാതെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇത്ര വരച്ച് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഐ പീസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ആണ്. ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് ആരാണ്? ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടുത്തെ ഈ ടോട്ടൽ ലെങ്ത് ചിലപ്പോൾ കണ്ടു അത് നമ്മൾ FO പ്ലസ് FE എന്ന് എടുക്കാറുണ്ട്. അതായത് ഇവർ നമ്മൾ ഈ ടോട്ടൽ ലെങ്ത് നമ്മൾ FO പ്ലസ് FE എന്ന് എടുക്കും. ഇവരുടെ മാഗ്നിഫിക്കേഷൻ നമ്മൾ FO ബൈ FE ആണ്. ഇത്രയേ ഉള്ളൂ. FO ബൈ FE ആണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ കേസിലുള്ള മാഗ്നിഫിക്കേഷൻ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഏതാണ്? ഇനി എത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്? കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ ഒറ്റയടിക്കായിട്ട് തീർക്കാം. ഓക്കെ, വേറെ ഞാൻ എടുക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസ് ഓഫ് പോളറോയിഡ്. പോളറോയിഡ്സിന്റെ 2 യൂസ് ആണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഒന്നാമത് സൺഗ്ലാസിൽ ഉപയോഗിക്കാം, സൺഗ്ലാസിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് വിൻഡോ പെയിൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത് 3D ക്യാമറയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ വേണ്ടി. 3D ക്യാമറയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, പ്രൂവ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ബൈ യൂസിങ് ഫിഗർ. ഈ ഫിഗർ യൂസ് ചെയ്ത് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്ററേ പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീന്നുണ്ട് അല്ലേ? ഇങ്ങനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് അല്ലേ? ഓക്കെ, ഇവരെ പിക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അടുത്ത പേജിൽ വരച്ചാൽ ഈ പിക്ചറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 2 ഡെറിവേഷൻ കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ, മെയിൻ പാർട്ട്. പിന്നെ അവസാനത്തെ ചാപ്റ്ററിലുള്ള നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അവസാനത്തിൽ എന്തായാലും ഉറപ്പായും വരുമെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിത് ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ എന്താണ് പ്ലെയിൻ ആണ്. ഓക്കെ, അവിടേക്ക് നിന്നു ഇൻസിഡന്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നു. ആരാ വരുന്നത്? ഇൻസിഡന്റ് ആയിട്ടുള്ള പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നുണ്ട്. ഈ ലൈറ്റർ ഏതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി മുട്ടി. ഓക്കെ, അതായത് ഇവിടെ വരുന്ന ഈ പാർട്ടിക്കിൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അപ്പോൾ ഈ പാർട്ടിക്കിൾ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കാം. ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ജോയിൻ ചെയ്യാം. അത്രേ ഉള്ളൂ.
ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് പറഞ്ഞത്. റിഫ്രാക്ഷൻ, ഓക്കെ, റിഫ്രാക്ഷൻ ആണ് പറഞ്ഞത് അല്ലേ. അപ്പൊ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ താഴേക്കാണ് വരേണ്ടത്. ഓക്കെ, സോറി, കംപ്ലീറ്റ് മായിക്കട്ടെ. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, താഴേക്കാണ്, റിഫ്ലക്ഷൻ ആണെന്ന് വിചാരിച്ച്. ഓക്കെ, ഇത് റിഫ്രാക്ഷൻ ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം ലൈറ്റ് റേ വരുന്ന അങ്ങനെ തന്നെ. സോറി, ഇത്രയും അവിടെ പോകണ്ട. ഇതാണ് നമ്മുടെ ലൈറ്റ് റേ വരുന്നു. ഓക്കെ, ഇവിടുന്ന് അടുത്ത ലൈറ്റ് റേ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഇതാ ഇത് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്താ ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ. ഇത് ഏത് റേ ആണ്, ഇൻസിഡന്റ് റേ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തി. ആ സമയം കൊണ്ട് ഈ ലൈറ്റ് റേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഇവർ രണ്ടുപേരോട് ജോയിൻ ചെയ്ത് ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ. ഇത് റേ ആണ്, റിഫ്രാക്റ്റഡ് റേ ആണ്. ഓക്കെ, എന്താ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, സ്നെൽസ് ലോ അല്ലേ. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ, അതായത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ഒരു നോർമൽ വരച്ച്, ഇത് ആംഗിൾ ഐ ആണെങ്കിൽ ഇതും ആംഗിൾ ഐ ആണെങ്കിൽ, ഇത് ആംഗിൾ ആർ ആണെങ്കിൽ ഇത് ആംഗിൾ ആർ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എ ബി സി ഡി ആണ്. ഇത് പറഞ്ഞാൽ ഇവിടുത്തെ റിഫറൻസ് N1 ഇവിടുത്തെ വെലോസിറ്റി, അവിടെ വേവ് പോകുന്ന വെലോസിറ്റി ഞാൻ V1 എന്ന് എടുക്കുന്നു. ഇവിടുത്തെ റിഫറൻസ് N2 ഇവിടെ വേവ് പോകുന്ന വെലോസിറ്റി ഞാൻ V2 എന്ന് എടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ V1 ടിയും ഇവിടുത്തെ ഡിസ്റ്റൻസ് V2 ടിയും ആയിരിക്കും. അപ്പൊ അത് ഞാൻ സൈൻ ഐ എടുക്കുന്നു. സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ് V1 ടി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AC, V1 ടി ബൈ AC എന്ന് വരുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ സൈൻ ആർ എടുക്കുകയാണെങ്കിലോ, ഓക്കെ, സൈൻ ഐ ബൈ സൈൻ ആർ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം അല്ലെ, ഒറ്റയടിക്കടി ചെയ്യാം. സൈൻ ഐ ബൈ സൈൻ ആർ. അപ്പൊ സൈൻ ഐ ഞാൻ എഴുതി. ഇനി സൈൻ ആർ എന്ന് പറയുമ്പോഴായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, അതായത് V2, ആറിന്റെ ഓപ്പോസിറ്റ് V2 ടി ബൈ ഹൈപ്പോട്ടന്യൂസ് AC. അപ്പൊ V2 ടി ബൈ AC എന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ കട്ട് ചെയ്യാം, AC-യും AC-യും ടിയും കട്ട് ചെയ്താൽ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു V1 ബൈ V2 വരൂലേ. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു V1 ബൈ V2. ഈ V1 ബൈ V2 എന്ന് പറഞ്ഞാൽ അതെന്താണ്, N2 ബൈ N1 തന്നെയാണ്. അപ്പൊ നിങ്ങൾ തൽക്കാലം N2 ബൈ N1 എന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, V1 ബൈ V2 എന്ന് പറഞ്ഞാൽ എന്താണ്, N2 ബൈ N1 ആണ്. ഇതാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. റെഡി. ഇനി അടുത്തത്, സ്കെച്ച് ദ വേവ് ഫ്രണ്ട് കറസ്പോണ്ടിങ് ടു ലൈറ്റ് ഫ്രം ദ സോഴ്സസ്. പോയിന്റ് സോഴ്സ് എന്നും ഡിസ്റ്റൻസ് സോഴ്സ് എന്നുള്ള വേവ് ഫ്രണ്ടുകൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ പോയിന്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുണ്ടാകുന്ന വേവ് ഫ്രണ്ട് ഏതാ, ഇതാണ് പോയിന്റ് സോഴ്സ് എന്ന് വിചാരിച്ചോ. അതിന് ചുറ്റും ഇങ്ങനെ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാവുക അല്ലെ. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്ഫെറിക്കൽ ആണ്, ഏത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് എവിടുന്ന് വരുന്നത്, പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്നത്. എവിടുന്ന് വരുന്നത്, പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റന്റ് സോഴ്സ് എന്നാണെങ്കിലോ, ഡിസ്റ്റൻസ് സോഴ്സ് ഇത് ഒന്നാമത്താണ്. അപ്പൊ ഡിസ്റ്റന്റ് സോഴ്സ് എന്ന് വരികയാണെങ്കിൽ ലൈറ്റ് റേ, അപ്പൊ ഇവിടുന്ന് ലൈറ്റ് റേ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോട്ടോ. അപ്പൊ ഡിസ്റ്റന്റ് സോഴ്സ് എന്നുള്ള ലൈറ്റ് റേ തന്നെ അതാ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ആ ലൈറ്റ് റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാകുക, നമ്മുടെ വേവ് ഫ്രണ്ട് ഉണ്ടാവുക. അപ്പൊ ലൈറ്റ് റേ എങ്ങനെ പോകുന്നു, അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക എന്നാണ് അതാ ഇങ്ങനെയല്ലേ വരിക. അതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഫോം ചെയ്യുക. അപ്പൊ പ്ലെയിൻ വേവ് ഫ്രണ്ട് നമുക്ക് എവിടുന്ന് ഫോം ചെയ്യുന്നു, ഡിസ്റ്റന്റ് സോഴ്സ് ആണെങ്കിൽ ഫോം ചെയ്യുന്നു. പിന്നെ ഒരാളും കൂടെ ഉള്ളതാണ്, ലീനിയർ സോഴ്സ് ആണ്. ലീനിയർ സോഴ്സിന്റെ കേസ് എങ്ങനെ ഇങ്ങനെ വരും. അപ്പൊ ഇതിന് ചുറ്റും വരുന്ന ലീനിയർ സോഴ്സിന് ചുറ്റും വരുന്ന അവിടുത്തെ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഏതാ വരുന്നത്, സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും നമ്മുടെ ലീനിയർ സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏത് സോഴ്സ് ആണ്, ലീനിയർ സോഴ്സ് ആണ്. ലീനിയർ സോഴ്സ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. അപ്പൊ ഇത് വരയ്ക്കാനും പഠിക്കണം കേട്ടോ. റെഡി. ഗിവ് ഹൈഗീൻസ് പ്രിൻസിപ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം പ്രൂവ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈഗീൻസ് പ്രിൻസിപ്പിൾ എന്താണ്, ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 20 മിനിറ്റ് കൂടെ കേട്ടോ. ഓക്കെ, മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതാ ഹൈഗീൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം പറയും. ഹൈജീൻസിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്ക്, ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാല് വേവ് ഫ്രണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള. അപ്പൊ എന്താ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്. ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്, ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ കേട്ടോ. ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ഫേസ് ആണ്. വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ഫേസ് ആണ്. സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. അതിന് മൂന്നാണ്, സ്ഫെറിക്കൽ, സിലിണ്ട്രിക്കൽ ആൻഡ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. നമ്മൾ മൂന്നും പറഞ്ഞു. ഇനി ഹൈഗീൻസ് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ അത് നമ്മളിത് പിക്ചർ വരച്ച് പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരു പോയിന്റ് സോഴ്സും ചുറ്റുണ്ടാകുന്ന സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് അല്ലേ. ഈ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിൽ ഉള്ളത് ഓരോ പോയിന്റ് സോഴ്സ് ആണ്. അപ്പൊ ആ ഓരോ പോയിന്റ് സോഴ്സും
സെക്കൻഡറി വേവ്ലെറ്റുകളെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ഇതിനെന്താ പറയാ? പ്രൈമറി വേവ് ഫ്രണ്ട്. ഈ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യും? സെക്കൻഡറി വേവ്ലെറ്റുകളെ ക്രിയേറ്റ് ചെയ്യും. ആ സെക്കൻഡറി വേവ്ലെറ്റുകൾക്ക് നമ്മൾ ടാൻജന്റ് വരച്ചിട്ട് അത് ജോയിൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സെക്കൻഡറി വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ ന്യൂ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഹൈഗീൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ഡെഫിനിഷൻ ആയിട്ട് എഴുതണ്ടേ? എഴുതിക്കോ. സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് each point on primary wavefront, primary wavefrontലുള്ള ഓരോ പോയിന്റും acts as a source of ആർക്കാണ്? സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. സെക്കൻഡറി വേവ്ലെറ്റുകൾ ഉണ്ടാക്കാൻ സെക്കൻഡറി വേവ്ലെറ്റുകളുടെ സോഴ്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? The tangent drawn to secondary wavelet, സെക്കൻഡറി വേവ്ലെറ്റുകൾക്ക് നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ന്യൂ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാകും. ഇതാണ് ഹൈഗീൻസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രിൻസിപ്പിളാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നിങ്ങൾ എഴുതേണ്ട. ആ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നേരത്തെ വരച്ച അതേപോലെ പിക്ചർ വരയ്ക്കാണ്. ഇൻസിഡന്റ് റേ വരുന്നു, ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മൾ ഇൻസിഡന്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു, അതേ ഡിസ്റ്റൻസിന് ഇവൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ റിഫ്ലക്റ്റഡ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇത് ആംഗിൾ ഐ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ വെള്ളനോട് വരച്ച ആംഗിൾ ഐ ആണ്. അതേപോലെ ഇത് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇത് ആംഗിൾ ആറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ആംഗിൾ ആറാണ്. ഈ ട്രയാംഗിൾ രണ്ട് പേര് കൊടുക്കുക, എ ബി സി ഡി. ഇത്രയേ ഉള്ളൂ. ദീസ് 2 ട്രയാംഗിൾസ് ആർ കോൺഗ്രുവന്റ്. അത്രയേ ഉള്ളൂ. ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ എ ഡി സി. 2 ട്രയാംഗിൾ അല്ലേ? എ ബി സി അല്ല, എ ബി ഡി ആണ് അല്ലേ? എ ബി ഡിയും എ സി ഡി വരുന്നത്. ഓക്കെ, എ ബി ഡി എന്നുള്ള ട്രയാംഗിളും ആൻഡ് ട്രയാംഗിൾ എ സി ഡി ആർ എന്താണ്? കോൺഗ്രുവന്റ് ആണ്. ആ 2 ട്രയാംഗിൾസോടെ എന്താണ്? കോൺഗ്രുവന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പറയാൻ വേണ്ടി പറ്റി. ക്ലിയർ? അപ്പൊ എങ്ങനെയാ കോൺഗ്രുവന്റ് ആയിട്ടുള്ളത്? ഈ 2 സൈഡും 2 പേര് കോമൺ. എ ഡി ഈസ് കോമൺ. ഒന്നാമത്തെ കാര്യം എന്താണ്? എ ഡി ഈസ് കോമൺ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ബി ഡിയും എ സിയും സെയിം ആ. വരച്ചു നോക്കണ്ട, 2 സെയിം. ബി ഡി ഈസ് ഈക്വൽ ടു എ സി ആണ്. പിന്നെ ഈ ആംഗിൾ എ ബി സിയും ആംഗിൾ എ സി ഡിയും ഈക്വൽ ആണ്. ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ എ സി ഡി അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എന്താണ്? കോൺഗ്രുവന്റ് പറഞ്ഞാൽ 2 സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാംഗിളിന്റെ പ്രത്യേകത അവിടെ സെയിം സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് എഴുതിയാൽ മതി. അതായത് ഈ 2 സെയിം സൈഡിലെ ബി ഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഐ, ദെൻ എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആർ, അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Draw the graph showing the variation of stopping potential with the frequency of incident radiation. Mark the threshold frequency. Okay, അതായത് ഏതൊക്കെ നമ്മളെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞേ? ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സോറി ഇത് പോകുന്നില്ലല്ലോ. ഓക്കെ, എന്നാലും ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എവിടെ വരുന്നത് വെച്ചാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വൈ ആക്സിസിലും അതുപോലെ ഫ്രീക്വൻസി എക്സ് ആക്സിലും. അപ്പോൾ ഇവർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇവരുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പോയിന്റ് ആണ് ഇവിടെ ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ കേട്ടോ. ഓക്കെ, യൂസിങ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഷോ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇസ് നോട്ട് പോസിബിൾ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻസ് ഇസ് ലെസ് ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് പഠിച്ചാൽ മതി. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഐൻസ്റ്റീൻ്റെ
ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അതായത് വരുന്ന ലൈറ്റിന്റെ എനർജി അത് എന്തിനൊക്കെ വേണം, വർക്ക് ഫംഗ്ഷനും അതേപോലെ തന്നെ അവിടെ കൈനറ്റിക് എനർജിക്കും വേണം. ഓക്കെ, അതായത് ലൈറ്റിന്റെ കാര്യം. അപ്പൊ എച്ച് ന്യൂ ഈസ് ഈക്വൽ വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ എന്താ, എച്ച് ന്യൂ 0 പ്ലസ് കൈനറ്റിക് എനർജി എന്താണ്, ഹാഫ് mv². ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, μ0 ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ, അത് നമുക്ക് അറിയാത്ത വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു കേസിൽ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. റെഡിയാണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ത്രെഷോൾഡ്, ഈ വർക്ക് ഫംഗ്ഷൻ എന്താന്നുള്ളത് പറഞ്ഞുതരാം. വർക്ക് ഫംഗ്ഷൻ 50 എന്ന് പറഞ്ഞാൽ, കാരണം വൺ വേർഡ് ചോദിക്കാറുണ്ട്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം എനർജി, എന്താണ്, ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ. മിനിമം എനർജി റിക്വയർഡ് to emit an electron from a metal surface, to emit an electron from a metal surface. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാനുള്ള മിനിമം എനർജി ആണെന്ന് വർക്ക് ഫംഗ്ഷൻ. അതിന് ഇക്വേഷൻ ആണ് 50 h nu0 എന്ന് പറയാം. 50 h nu0, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ. ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ μ0 എന്ന് പറഞ്ഞാൽ അത് മിനിമം എനർജി എന്നുള്ളതിന് പകരം മിനിമം ഫ്രീക്വൻസി. ഇറ്റ് ഈസ് എ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആക്കിയാൽ മതി. അടുത്ത് സ്റ്റേറ്റ് എനി ടു പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ രണ്ട് പോസ്റ്റുലേറ്റ് ചെയ്താലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് in a circular orbit. The electrons are revolving in a circular orbit. Circular orbital electrons revolve ചെയ്യുന്നുണ്ട്. Electrons are revolving in a circular orbit without radiating energy or without emitting energy. Energy നഷ്ടപ്പെടാതെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. ഈ രണ്ടാമത്തത്, ഈ ഓർബിറ്റുകൾ എവിടെയൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുക, ഓർബിറ്റ് ക്യാൻ ബി സീൻ only if their angular momentum, അവരുടെ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കണം, if their angular momentum is integral multiple of എന്തായിരിക്കണം, integral multiple of h/2π. ആ സ്ഥലത്ത് മാത്രം ആംഗുലാർ മൊമെന്റം, ഒരു ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആകുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഓർബിറ്റുകളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ ഓർബിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ L എന്ന് പറഞ്ഞാൽ mvr that is equal to nh/2π ആയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ. L mvr that is equal to nh/2π. ഇനി റൈറ്റ് two drawbacks of Rutherford model of atom. Rutherford model of atomത്തിന്റെ രണ്ട് ഡ്രോബാക്ക്. ഒന്നാമത്തെ ഡ്രോബാക്ക്, cannot predict the stability of an atom. ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്മിഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ, cannot explain transmission of electrons. ഓക്കെ, ഇലക്ട്രോൺസിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവർക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇനി ഇവന്റെ പോസിറ്റീവ് എന്തൊക്കെയായിരുന്നു, ആറ്റംസിന്റെ, അതായത് നമ്മൾ ഏത് എക്സ്പെരിമെന്റിന് അത് കണ്ടുപിടിക്കുന്നത്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെയാണ്. അവിടുന്ന് എന്താ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. ഓക്കെ, പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയോ, അതായത് റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് സ്പേസ് ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. മോസ്റ്റ് ഓഫ് സ്പേസ് ഓഫ് ആറ്റം, ഒരു ആറ്റത്തിന്റെ മോസ്റ്റ് സ്പേസ് എന്താണ്, എംപ്റ്റി ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പോസിറ്റീവ് പറയുന്നത് സെന്ററിൽ എന്തുണ്ടാകും, പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. സെന്റർ പോസിറ്റീവ് ചാർജ്ഡ് എന്തുണ്ടാകും, ന്യൂക്ലിയസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, തൽക്കാലം ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പഠിച്ചിരിക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ്. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ് ഇത് വരയ്ക്കാൻ പഠിക്കണേ. ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ് നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അതിൽ A30 to 170, A<30, ഇങ്ങനെ 3 റീജിയൻ ഉള്ളത്. ഇൻ വിച്ച് റീജിയൻ ഡു യു ഫൈൻഡ് ദ മോസ്റ്റ് സ്റ്റേബിൾ, ഏറ്റവും സ്റ്റേബിൾ ന്യൂക്ലിയർ ഉണ്ടാകുന്നത് എവിടെയാണ്, A30ന്റെയും 170ന്റെയും ഇടയിലാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, റീജിയൻ
റീജിയൻ എവിടെ ഉണ്ടാവുക? 13ന്റെയും റീജിയൻ 1 ആണ് അല്ലേ? റീജിയൻ 1 ആണ് ഇതിന്റെ ആൻസർ. എ ഈക്വൽ ടു 30 170ന്റെയും ഇടയിലാണ്. ഓക്കെ അല്ലേ? എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ്? അവിടെയാണ് കൂടുതൽ ബൈൻഡിങ് എനർജി. ഇവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ BE/A y ആക്സിലും മാസ് നമ്പർ എക്സ് ആക്സിലും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ കേസിൽ റീജിയൻ 1ൽ എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് മോർ ആണെങ്കിൽ എന്താണ്? സ്റ്റെബിലിറ്റി മോർ ആയിരിക്കും. സ്റ്റെബിലിറ്റി മോർ ആയിരിക്കും. ഓക്കെ. ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാം? അത് അയേൺ ആണ്. മോസ്റ്റ് സ്റ്റേബിൾ അയേൺ Fe56 ആണ് കേട്ടോ. Fe56. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. വിച്ച് ന്യൂക്ലിയർ ഫിഷൻ, വാട്ട് ഇസ് ന്യൂക്ലിയർ ഫിഷൻ? എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ? അതായത് വലിയ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഹെവിയർ ന്യൂക്ലിയസിനെ ലൈറ്റർ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, ഹെവിയർ ന്യൂക്ലിയസിനെ എന്താക്കി മാറ്റുന്നു? ലൈറ്റർ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ന്യൂക്ലിയർ ഫിഷൻ. അപ്പൊ ഇവിടെ ഏതാണ് ന്യൂക്ലിയർ ഫിഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അത് റീജിയൻ 3 ആണ്. അതായത് A ഗ്രേറ്റർ ദാൻ 170 ആണ് കേട്ടോ. റീജിയൻ 3 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട്. റീജിയൻ 3 ആണ്. അതായത് A ഗ്രേറ്റർ ദാൻ മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 170. അവർക്ക് എന്താണ്? സ്റ്റേബിൾ അല്ല. അപ്പോൾ അവർ പൊട്ടി എന്തെങ്കിലും സ്റ്റെബിലിറ്റിയിലേക്ക് മാറും. ഇനി C ക്വസ്റ്റ്യൻ. വിച്ച് റീജിയൻ ഇല്ലസ്ട്രേറ്റ്സ് സോഴ്സ് ഓഫ് എനർജി? സോഴ്സ് ഓഫ് എനർജി എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവിയർ ന്യൂക്ലിയർ ലൈറ്റർ ന്യൂക്ലിയർ ആണ്. അത് ഏത് റീജിയനിലാണ് നടക്കുന്നത്? അത് റീജിയന് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റർ ന്യൂക്ലിയർ ഹെവിയർ ന്യൂക്ലിയർ ആണ് കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഹെവിയർ ന്യൂക്ലിയർ ലൈറ്റർ ന്യൂക്ലിയർ ആയിട്ട് മാറുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ന്യൂക്ലിയർ വലുതായിട്ട് മാറുന്നു. എന്നിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അത് എവിടെയുള്ളത്? റീജിയൻ A ലെസ് ദാൻ. അപ്പൊ റീജിയൻ 2 ആണ് അത് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇതാണ് ഈ ഒരു കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്ത് ഡിഫൈൻ മാസ് ഡിഫക്റ്റ്. റൈറ്റ് ദ റിലേഷൻ ഓഫ് ബൈൻഡിങ് എനർജി വിത്ത് മാസ്. എന്താണ് മാസ് ഡിഫക്റ്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ. ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. നമ്മൾ അവസാനത്തെ ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ എന്താ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ mass of nucleons to actual mass. ആക്ച്വൽ മാസും ന്യൂക്ലിയോൺസിന്റെ മാസ് നമ്മൾ ഡിഫറൻസ് ആണ് എന്ത്? മാസ് ഡിഫക്റ്റ്. അതായത് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് ZMP പ്ലസ് A മൈനസ് Z ഇൻറ്റു MN മൈനസ് M. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി ബൈൻഡിങ് എനർജിയും മാസ് ഡിഫക്റ്റും നമ്മളുടെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. ഇതാണ് ബൈൻഡിങ് എനർജി മാസ് ഡിഫക്റ്റ് നമ്മളുടെ ഇക്വേഷൻ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ബൈൻഡിങ് ഓഫ് ടു ന്യൂക്ലിയൈ, എനർജി റിക്വയർഡ് ഫോർ സെപ്പറേറ്റ് ന്യൂക്ലിയോൺസ്. 2 ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ടു ന്യൂക്ലിയോൺസ്, 2 ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എനർജിയാണ് എന്തെന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി. ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ ഡയോഡ്? ഒരു ഡയോഡിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ചോദ്യം. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതായത് ഡ്യൂ ടു മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഏത് ചാർജ് കാരിയേഴ്സ് ആണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ കാരണം, ഓക്കെ, ചാർജ് കാരിയേഴ്സ്, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, there will leave, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? there will leave some immobile എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത, സം ഇമ്മൊബൈൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ ദ ജംഗ്ഷൻ. Okay, this will create potential barrier. ഇതാണ് പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെ ബാരിയർ പൊട്ടൻഷ്യൽ. ദിസ് വിൽ മേക്ക് ബാരിയർ പൊട്ടൻഷ്യൽ. ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ് അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്. റെഡി. ഇനി ബി ക്വസ്റ്റ്യൻ.
വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് ആണ് വരയ്ക്കാൻ വേണ്ടി. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ വേവോ ഹാഫ് വേവോ ഏതെങ്കിലും ഒന്ന് ചോദിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഫുൾ വേവിന്റെ വരയ്ക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമർ വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ വരച്ചുള്ള ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഈ ട്രാൻസ്ഫോമർ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡയോഡ് ഉണ്ടാവും, അതേപോലെ ഇവിടെ എന്തുണ്ടാവും, ഒരു ഡയോഡ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഡയോഡ് D1 എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ ഡയോഡ് ഞാൻ D2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യൂലേ? ആ ജോയിൻ ചെയ്തിട്ട് ഇതിന്റെ സെന്റർ, ഈ ട്രാൻസ്ഫോമറിന്റെ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെസിസ്റ്റർ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ടും കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടെ ഇതാണ് നമ്മൾ സിമ്പിൾ ആണ് ഒരു ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിൾ. ഇത് പിയും ഇത് എന്നും ആണ്. വലിയ ഭാഗം പിയും ലൈൻ ആയിട്ടുള്ള ഭാഗം എൻ. അപ്പൊ ഇവിടെയും പി, ഇവിടെയും എൻ. ഇവിടെ രണ്ട് ടെർമിനൽ കൊടുക്കുന്നു, എ ബി എന്നുള്ള രണ്ട് ടെർമിനൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? ഇതാണ് ഈ ഒരു കേസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. ഇതാണ് ഇവരുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഈ സർക്യൂട്ട് ഡയഗ്രാം വേണമെങ്കിൽ സെന്ററിൽ രണ്ട് ലൈനൊക്കെ വേണമെങ്കിൽ വരയ്ക്കട്ടോ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ സെറ്റായി. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ എന്ത് വരയ്ക്കാണ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇവരുടെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ഇവരുടെ വർക്കിംഗ് എങ്ങനെ പറയാം. അപ്പൊ ഇത് എ എന്നുള്ള ടെർമിനൽ ഇൻപുട്ട് അറ്റ് എ ആണ്. ഇൻപുട്ട് അറ്റ് എ, ഇത് ഇൻപുട്ട് അറ്റ് ബി എന്ന് വരയ്ക്കുന്നു, ഇത് നമ്മുടെ ഔട്ട്പുട്ടും വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ എയിലുള്ള ഇൻപുട്ട് എന്നാണ് അത് ഇങ്ങനെ പോവാം. ഇതാണ് എ ഇൻപുട്ട്. ബിയിൽ നേരെ തല തിരിച്ച്, ഓക്കെ, ഫേസിലൊന്നും വ്യത്യാസമില്ല, നേരെ തല തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ മതി. അപ്പൊ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? ഔട്ട്പുട്ട് ഞാൻ എന്താ വരച്ചത്, ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ഔട്ട്പുട്ട്. ഈ പോസിറ്റീവ് മാത്രമാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഇൻപുട്ട്. അപ്പൊ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുന്ന കാര്യം. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത് പറയാം. അതായത് ആദ്യം നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, എയിൽ പോസിറ്റീവ് എത്തിയേ. ഓക്കെ, എയിൽ പോസിറ്റീവ് എത്തി. ആ സമയത്ത് ബിയിൽ എന്താ നെഗറ്റീവ്. കണ്ടോ, ബിയിൽ എന്താണ് നെഗറ്റീവാ. അപ്പൊ പോസിറ്റീവും പിയും അത് ഫോർവേഡ് ബയാസ്, അതിലൂടെ കറന്റ് കണ്ടക്ട് ചെയ്യും. ഫോർവേഡ് ബയാസ് നമുക്ക് കറന്റ് കണ്ടക്ട്. അപ്പൊ ഈ പോസിറ്റീവ് ഇതാ ഇവിടേക്ക് എത്തും. ഓക്കെ, ആര് കാരണമുള്ള ഡയോഡ് D1 കാരണം ഇവൻ കൊടുത്തു. പക്ഷെ അവിടെ നെഗറ്റീവും പി അത് റിവേഴ്സ് ബയാസ, അത് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഇനി അടുത്തതായിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അപ്പൊ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആയി. അപ്പൊ ഈ നെഗറ്റീവും പിയും വരണമെങ്കിൽ അത് റിവേഴ്സ് ബയാസ്, അപ്പൊ ഇതിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ആ സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ പിയും അല്ലേ, അത് കണ്ടക്ട്. അപ്പൊ ഇതിലൂടെ എന്തെങ്കിലും കറണ്ട് കിട്ടും. അപ്പൊ ഇതിലൂടെയും കറണ്ട്, ഇതിലൂടെ ഇപ്പൊ ഈ രണ്ടാമത്തെ കേസിൽ D2 എന്നുള്ള ഡയോഡ് കാരണം നമുക്ക് ഈ പോസിറ്റീവ് ഇതാ ഇവിടെ എത്തി. ഇനി അടുത്ത വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോകുമ്പോൾ അവിടെ D1 ഡയോഡ് കാരണം നമുക്ക് ഇത് കിട്ടും. നെഗറ്റീവ് പോകുമ്പോൾ D2 കാരണം ഇതാ ഇവിടെയും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എന്താ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഈ വർക്കിംഗ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോകുമ്പോൾ D1 എന്നുള്ള ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലും D2 എന്നുള്ള ഡയോഡ് എന്തായിട്ട് മാറുന്നു, റിവേഴ്സ് ബയാസിങ്ങിലും ആവുന്നു. അപ്പൊ ഫോർവേഡ് ബയാസിംഗ് ഉള്ളതെയും കണ്ടക്ട് ചെയ്യും. അപ്പൊ എങ്ങനെ ഇതാ, വെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ comes, D1 will be in forward biasing and it will conduct, and D2 is reverse bias, it will not conduct. അത്രയും എഴുതിയാൽ മതി. അതാണ് വർക്കിംഗ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, വെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംസ്, എന്താ സംഭവിക്കുന്നത്, D1 is reverse biasing and D2 will be forward biasing. അപ്പൊ റിവേഴ്സ് ഇത് വരുമ്പോൾ D2 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും, D1 എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. ഇത്ര എഴുതിയാൽ മതി. അപ്പൊ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാമും ഭയങ്കര എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ എനർജി ബാൻഡ് ഡയഗ്രാം. എനർജി ബാൻഡ് ഡയഗ്രത്തിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ, 3 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ആ 3 വരച്ചു നോക്കാം. ആരൊക്കെയാണ്? ഇൻസുലേറ്റർ, ദെൻ സെമി കണ്ടക്ടർ, കണ്ടക്ടർ. 3 ആൾക്കാരുള്ളത് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ കണ്ടക്ടറിന്റെ വരയ്ക്കാം, പിന്നെ സെമി കണ്ടക്ടർ വരയ്ക്കാം, പിന്നെ ഇൻസുലേറ്റർ വരയ്ക്കാം, പിന്നെ വരാ ഇൻസുലേറ്റർ. ഓക്കെ, ഇത് 3 നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ വരച്ചു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ കണ്ടക്ടറിന്റെ കേസിൽ എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിചാരിച്ചു.
ഓക്കെ, ഇതാണ് നമ്മുടെ ഏത് ബാൻഡ്? കണ്ടക്ഷൻ ബാൻഡ്. ആ കണ്ടക്ഷൻ ബാൻഡും അതേപോലെ വാലൻസ് ബാൻഡും ഇതായിരിക്കും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നുണ്ടാവുക. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിൽ എല്ലാ ഇലക്ട്രോൺസ്, കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവുക കണ്ടക്ഷൻ ബാൻഡിൽ. കാരണം കണ്ടക്ടറിനെ എപ്പോഴും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ആളാണ്. അതാണ് കേസ്. അപ്പൊ അവരുടെ ഇടയിൽ എനർജി ഗ്യാപ്പുകളൊന്നുമില്ല, എനർജി ഗ്യാപ്പ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കേസ് വരയ്ക്കുമ്പോൾ, സെമി കണ്ടക്ടറിന്റെ കേസ് ഞാൻ വരയ്ക്കുമ്പോൾ, ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. ഓക്കെ, അവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ്. ഓക്കെ, ഇത്രയും വലിയ ഗ്യാപ്പ് വേണ്ടല്ലേ, ഞാൻ ഒന്നുകൂടെ മാറ്റി വരക്കുന്നുണ്ടേ. ഓക്കെ, ഇതാണ് ഇവിടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവുക, കുറച്ച് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ഇവർക്കിടയിൽ എന്തുണ്ട്? ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ആ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ <3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി ഇൻസുലേറ്റേഴ്സിന്റെ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. ഇതാണ് നമ്മുടെ ഏത് ബാൻഡ്? വാലൻസ് ബാൻഡ്. ഓക്കെ, നമ്മൾ വാലൻസ് ബാൻഡ് നമ്മൾ അവിടെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഈ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡിന് കുറേ ദൂരെ ഉണ്ടാവുക. അപ്പൊ ഒരൊറ്റ ഇലക്ട്രോൺ പോലും എവിടെ ഉണ്ടാവില്ല, ഒറ്റ ഇലക്ട്രോൺ പോലും കണ്ടക്ഷൻ ബാൻഡ്, എല്ലാം വാലൻസ് ബാൻഡ്. അപ്പൊ അതായത് ഇവരുടെ എനർജി ഗ്യാപ്പ് എന്ന് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എത്ര വരുന്നത്? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് അവിടുത്തെ എനർജി ഗ്യാപ്പ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഈ ഒരു കേസ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. ഇതിനൊക്കെ ഓക്കെയാണ്, സെറ്റാണ് എന്ന് സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു കേട്ടോ. റെഡിയാണ് എന്ന് സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ എനർജി ഗ്യാപ്പ് എന്താണെന്ന് ചോദിക്കാൻ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതെന്താ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ലോവസ്റ്റ് ബാൻഡ് ഓഫ് കണ്ടക്ഷൻ ബാൻഡും ആൻഡ് ലോവസ്റ്റ് ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡും ആൻഡ് ഹയസ്റ്റ് എനർജി ലെവൽ ഓഫ് വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എനർജി ഗ്യാപ്പ്. തൽക്കാലം അത്രയും മതി. ഇനി ബി ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ, ഡ്രോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം വേണം അല്ലേ. അപ്പൊ നമ്മൾ ബി ആണ് അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ പോകുന്നു. ഓക്കെ, ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച പോലെ ട്രാൻസ്ഫോമർ വരയ്ക്കാം. നേരത്തെ ഫുൾ വേവിൽ 2 ഡയോഡിലായിരുന്നു, ഇവിടെ ഒരു ഒറ്റ ഡയോഡേ ഉള്ളൂ. ഇതിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എടുക്കും ചെയ്യും. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഇവിടെ എടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് കൊടുക്കുന്നു. ഇത്രയും മതി. ക്ലിയർ ആണല്ലോ. ഇത് ടെർമിനൽ എ, ഇത് ടെർമിനൽ ബി, ഇത് പി, ഇത് എൻ. റെഡി. ഓക്കെ, ഇനി ഇവിടുത്തെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാ വരച്ചോളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഔട്ട്പുട്ട് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് മാത്രമേ ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ. നെഗറ്റീവ് എന്തില്ല, ഔട്ട്പുട്ടിൽ വരില്ല. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇവിടുത്തെ കേസിൽ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇൻപുട്ട്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ ഭാഗം പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആവേ. അപ്പൊ പോസിറ്റീവും പിയും ഫോർവേഡ് ബയാസ് കറണ്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോർവേഡ് ബയാസ് ആവും. അപ്പൊ കറന്റിന് കണ്ടക്ഷൻ നടക്കും. ഓക്കെ, വെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംസ്, ദ ഡയോഡ് വിൽ ബിക്കം ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട്. ബട്ട് വെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കം, ആര് വരുമ്പോൾ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവായി, ഇവിടെ പോസിറ്റീവ്. അപ്പൊ നോക്ക്, നെഗറ്റീവും പോസിറ്റീവും റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ അല്ലേ. അപ്പൊ അത് നടക്കൂല. അപ്പൊ അത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആണ്. അപ്പൊ എന്തില്ല? ഡസ് നോട്ട് കണ്ടക്ട് ആണ്. അപ്പൊ രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ കറണ്ട് കണ്ടീഷൻ നമുക്ക് ഇവിടെ കിട്ടാത്തത്. പോസിറ്റീവിന്റെ മാത്രം എന്ത് ചെയ്യുന്നു? നമുക്കിതാ ഇവിടെ കിട്ടുന്നു. ക്ലിയർ ആണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം കൂടെ, ഫോർവേഡ് ബയാസിങ്ങിന്റെയും റിവേഴ്സ് ബയാസിങ്ങിന്റെയും ആ കണ്ടീഷൻ എന്നുള്ള, ആ പിക്ചർ എന്നുള്ള വരച്ചു വെച്ചാൽ മതി. അതായത് ഫോർവേഡ് ബയാസിങ്ങിന്റെ കേസിൽ ഇത് പിയും ഇത് എന്നും അല്ലേ. ഈ പി ഞാൻ എന്ത് ചെയ്യുന്നു? പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ്, എൻ നെഗറ്റീവായിട്ട് കണക്ട്. ഇതാണ് ഫോർവേഡ് ബയാസ്. പി പോസിറ്റീവ്, എൻ നെഗറ്റീവ്. റിവേഴ്സ് ബയാസിങ്ങിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ഞാൻ കണക്ട് ചെയ്യുന്ന ആരാണ്? നെഗറ്റീവായിട്ടും എൻ ഞാൻ കണക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? പോസിറ്റീവായിട്ടുമാണെങ്കിൽ അതാണ് റിവേഴ്സ് ബയാസിങ്ങിന്റെ കണ്ടീഷൻ. അതായത് പി നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു, എൻ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് റിവേഴ്സ് ബയാസിങ്. അത് ഫോർവേഡ് ബയാസിങ്ങിൽ കണ്ടക്ഷൻ നടക്കും, ഇവിടെ എന്തെയില്ല? കണ്ടക്ഷൻ നടക്കില്ല. അതായത് റിവേഴ്സ് ബയാസിങ്ങിന്റെ കേസിൽ കണ്ടക്ഷൻ എന്തെയില്ല? നടക്കില്ല. ഇതാണ് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് സാർ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. അപ്പൊ ഇനി എൻ്റെ പൊന്നുമക്കൾ എന്താ ചെയ്യേണ്ടത്? നല്ലപോലെ റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കുക. പുതുതായിട്ട് ഇനി പഠിക്കേണ്ട, ഉള്ളത്
വൃത്തിക്ക് നല്ല പോലെ പഠിച്ചിട്ട് ഫുൾ കോൺഫിഡൻസോട് പോയി നാളെ എക്സാം എഴുതുക. നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പഠിച്ചത് മാത്രമേ നാളെ വരുള്ളൂ എന്നുള്ളത് സാർ 100% നിങ്ങളോട് ഉറപ്പ് പറയാണ്. അതിൽ യാതൊരു ടെൻഷനും വേണ്ട. ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനുമില്ല. ഓക്കെ അല്ലേ? അപ്പം നല്ല പോലെ പഠിക്കുക, എഴുതി 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 പഠിച്ചു പോയിക്കോ. പഠിക്കുന്നത് വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കുക. ആ ചോദ്യം വന്നാൽ എഴുതാൻ വേണ്ടി പറ്റണം. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 1 or 2 തവണ ഒക്കെ എന്ത് ചെയ്യുക, ഒരുപാട് തവണ എഴുതി നോക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായിരിക്കും കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് സാറിന് ഈ ഒരു കേസിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നാളെ എക്സാം ചെയ്താൽ കൊണ്ട് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് സാർ നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും വിജയിക്കും, സെറ്റ് ആയിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.